നമസ്കാരം, ഞാൻ മൃണാൾ. കൊച്ചിയിൽ ധാരാളം ഷവർമ കടകളുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷവർമ കടകളുള്ള ടൗൺ കൊച്ചിയായിരിക്കും. നമുക്ക് ഓരോ ഷവർമ കടകളിലായി പോയി ഏറ്റവും നല്ലത് എവിടെയെന്ന് കണ്ടുപിടിക്കണ്ടേ? ആ ശ്രമം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ, തുടങ്ങുകയാണ്. എളുപ്പമല്ലെന്ന് ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് കിട്ടിയതാണ്. തുറക്കടാ എൻ്റെ പൊന്നു കൂട്ടുകാർ, ഇത് കെട്ടുന്ന സമയത്തെ തുറക്കാനുള്ളതാന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വേണം. ഓ, മെനക്കെട്ട് പോയി. ഒരു പിക്കിളിങ്ങേ ഇല്ല, ഒരുമാതിരി വാടിയ. 100 രൂപ. 100 രൂപയ്ക്ക് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇത് കഴിക്കും. ഒരു പഴകിയ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? നീ ആ സ്കൂട്ടർ പിടിക്കും. നീ വന്നേ, ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല. ഇത് കടിച്ചു നോക്കി. ഒരു പഴകിയ പോലത്തെ ടേസ്റ്റ് എവിടെന്നെങ്കിലും വരുന്നുണ്ടോ? തോന്നുന്നില്ല. ഒന്നുകൂടെ നന്നായി കടിച്ചു നോക്കും. ചിലപ്പോൾ മരിച്ചു പോകും. ഇല്ലേ? ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഷവർമ ടൈം ആയിരിക്കും. ഇത് ഛർദ്ദിച്ച് ഒന്നും നോക്കാനില്ല. ഇവിടെ തെരുവിൽ കുറച്ച് പട്ടികൾ കിടക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് കിട്ടിയ ഷവർമ തിന്നിട്ട് ചത്തു കിടക്കുകയാണോ ദൈവമേ? രക്ഷപ്പെടാം. എന്നാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോവാം. 50ാമത്തെ ഏറ്റവും മികച്ചത് എന്ന് ഞങ്ങൾ കരുതുന്ന ഷവർമ കടയാണ് ഹാപ്പി റോൾസ്. സ്വാഭാവികമായിട്ട് 50 കടകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പരിചയക്കാരോടും ഫോളോവേഴ്സിനോടും സുഹൃത്തുക്കളോടും ഒക്കെ ചോദിച്ച് ഗൂഗിളിൽ റേറ്റിംഗ് ഒക്കെ നോക്കി അങ്ങനെ നല്ല റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ കടകളിലും പോയത്. പക്ഷെ ഷവർമ ടൈം നല്ല പണിയാണ് തന്നത്. അതും ഗൂഗിളും ആൾക്കാരും ഒക്കെ റെക്കമെൻഡ് ചെയ്തതാണ്. കുഴപ്പമില്ല, ഓരോന്നോരോന്നേ നോക്കാം. ഇത് പഴയ ടൈപ്പ് ബേക്കറിയിൽ കിട്ടുന്ന പോലത്തെ സിമ്പിൾ പാക്കിങ്ങാ. ഇതിനകത്തൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. പിക്കിളില്ലാത്ത ഷവർമ നിരോധിക്കണം. സോറി, നിരോധിക്കരുത്. നിരോധനം ശരിയല്ല. അത് ഫാസിസ്റ്റ് മെൻറ്റാലിറ്റിയാണ്. ടോസ് ചെയ്തിട്ടുണ്ട്. അമ്മേ, ഒരു ഓറഞ്ച് കളർ സോസ്. അത് ഹാപ്പി റോൾസ് തന്നെ അല്ലേ? തക്കാളി റോൾസ് ഒന്നും അല്ലല്ലോ. ഇതിന് മൊത്തത്തിലൊരു തക്കാളിയുടെ ടേസ്റ്റ്. ഇവിടെ തക്കാളി ഇരിക്കുന്നുണ്ട്. ഇതിലൊന്നും ഉൾപ്പെടാതെ രമേശ് ചെന്നിത്തല പോലെ മാറിയിരിക്കുന്നൊരു ചിക്കൻ ഉണ്ട്. നല്ല ചിക്കൻ സോസാണ്. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ചിക്കന് തീരെ സീസണിങ് ഇല്ല. സോസാണ് ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ബ്രെഡ് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നന്നായി ടോസ് ചെയ്തിട്ടുണ്ട്. ആ സോസിനൊരു തക്കാളി ചുവ, കുഴപ്പമൊന്നുമില്ല. മൊത്തം നല്ലോണം ഫാറ്റ് ഉണ്ട് ഇതിനകത്ത്. അത് ഈ ബ്രെഡ് ടോസ് ചെയ്തുകൊണ്ട് തോന്നുക. 49ാമത്തെ ഏറ്റവും നല്ല ഷവർമ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ കടയിലാണ്. ഇത് സാധാരണ പോലെ ഒറ്റമുറി ഷവർമ കടയല്ല. ഫ്രൈഡ് ചിക്കൻ, ഗ്രിൽ ചിക്കൻ, അങ്ങനെ പല സാധനങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഷവർമയുണ്ട്. നന്നായി കയറി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഒരുപാട് ഷവർമ കടകളിൽ നമ്മൾ വാങ്ങിച്ച റോഡ് സൈഡിൽ നിന്ന് കഴിക്കേണ്ട അവസ്ഥയല്ല. ഇവിടെ അങ്ങനെയല്ല. പക്ഷേ ആ ഷവർമ ഉണ്ടാക്കുന്ന സ്ഥലത്തൊരു വൃത്തിക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. സംശയമാണ്. നോക്കാം. പിക്കിളോ ഒന്നുമില്ല. എൻ്റെ ഉള്ളിൽ കാണുമാവോ? കാണുമ്പോഴേ ഒരു വേദനയാണ്. ഇത് പൊളിഞ്ഞു വരുന്നുണ്ടല്ലോ. ഇത് പൊളിയായിട്ട് പൊളിഞ്ഞു വന്നു. ഇതൊരു ഷൂട്ട് ചെയ്തതിൽ പിക്കിൾ ഇതിനകത്തുണ്ട്. സൂപ്പർ. ഇതൊരു ഷൂട്ട് ചെയ്തതിൽ 2 ഷവർമ മാത്രമേ ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ടുള്ളൂ. ഒരുപാട് പേര് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പൊളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. ക്വാളിറ്റി പോരാ, പിക്കിളിങ് പോരാ. വെജിറ്റബിൾ നല്ല.
ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 40ഓളം ഷവർമകൾ കഴിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഒരു വികാരമില്ലാത്ത ഷവർമ ഞാൻ വേറെ കഴിച്ചിട്ടില്ല. ചില ഷവർമയ്ക്ക് സ്പൈസസ് കൂടുതലായിരുന്നു, ചില ഷവർമയ്ക്ക് പുളി ഉണ്ടായിരുന്നു, ചിലതിന് ഉപ്പുണ്ട്, ചിലതിന് പിന്നെ മധുരം കൂടുതലുണ്ടായിരുന്നു, ചിലതിന് ഐ മീൻ പല കുറവും കൂടുതലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് നോ വികാരം. അതായത് മലമ്പുഴയിലൊരു മനോഹര പ്രതിമയുണ്ട്, യക്ഷി, കുഞ്ഞിരാമനായർ ഉണ്ടാക്കിയിട്ടുള്ള. ആ യക്ഷീനെ നമ്മൾ ഉമ്മ വെച്ച് തന്നിരിക്കും, എങ്ങനെയിരിക്കും? മനോഹര പ്രതിമയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എല്ലാം ഏത് രീതിയിൽ നോക്കിയാലും മാദകമോഹിനിയാണ്. പക്ഷെ ഉമ്മ വെച്ചാൽ അത് കരിങ്കല്ലാണല്ലേ, വികാരമില്ലല്ലേ. അതാണ് ഈ സാധനം. 48ാമത്തെ ഏറ്റവും മികച്ച ഷവർമ ഞങ്ങൾ കണ്ടെത്തിയത് അറേബ്യൻ ഡ്രീംസ് എന്ന് പറയുന്ന ഗൂഗിളിൽ അത്ര വലിയ നല്ല റേറ്റിംഗ് ഒന്നും ഇല്ലാത്ത, എന്നാൽ ഷവർമയ്ക്ക് പുറമെ ഒരുപാട് സാധനങ്ങൾ വേറെയും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഗൂഗിളിൽ 3.6 മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഷവർമയുടെ റേറ്റിംഗ് അല്ല, റെസ്റ്റോറൻറ്റ് റേറ്റിംഗ് ആണ്. റെസ്റ്റോറൻറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ വേറെയും ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ കഴിഞ്ഞ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കുറച്ച് കൂടുതൽ ഷവർമ വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ധാരാളം മീറ്റ് അവിടെ കുത്തിയിട്ടിട്ട് ഗ്രില്ല് ചെയ്യുന്നതായിട്ട് കണ്ടു. സത്യത്തിൽ കമ്പാരിസൺ നടത്തുന്നതിന് ഷവർമയുടെ കൂടെ കിട്ടുന്ന പിക്കിൾസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴേ എന്ത് നല്ല പിക്കിൾസ് കിട്ടും, ഇവിടെ അത് ഭയങ്കര അണ്ടർ റേറ്റഡാണ്. ഐ മീൻ ആരും ശ്രദ്ധിക്കുന്നുമില്ല, നല്ലത് കിട്ടുന്ന സ്ഥലം അങ്ങനെ ആരും പറയുന്നുമില്ല. ഉപ്പ് സ്വല്പം കൂടുതലാണ്, പക്ഷെ നല്ല സാധനം. 120യുടെ ഷവർമ ചെറുതാണോ? എല്ലാം പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇതിലൊരു കാന്താരിയുടെ ടേസ്റ്റ്, കാന്താരിയുടെ പോലത്തെ ഒരു സ്പൈസി കേരള സ്റ്റൈൽ ഷവർമയാണ്. നല്ല ചിക്കൻ, ഒരു പൊടിക്ക് ഡ്രൈ ആണെന്ന് സംശയമുണ്ട്. നല്ല ബ്രെഡ്, പൊടിക്ക് പുളിയുണ്ട്. കാരണം മുളക് പൊടി ഇട്ടിട്ടല്ലേ സ്പൈസ് അപ്പ് ചെയ്യാം, അങ്ങനെയല്ല. ഇൻട്രസ്റ്റിംഗ്. 47ാമത്തെ ഏറ്റവും മികച്ച ഷവർമ കിട്ടിയത് റിയൽ അറേബ്യ എന്നാണ്. അത് MG റോഡിലാണ്. MG റോഡ് എല്ലാ സിറ്റിയിലും ഒരു MG റോഡ് ഉണ്ടല്ലോ ഇന്ത്യയിൽ, മഹാത്മാഗാന്ധി റോഡ്. നമ്മുടെ നാട്ടിലെ ചിരിയും കളിയും മനസമാധാനവും ഒക്കെ പുതിയ പത്മ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ച രീതി നോക്കിയാൽ അതേ കാലം ഉണ്ടാവില്ല എന്ന് പലരും പറയുന്നു. അപ്പോൾ MG റോഡിൻ്റെ പേരും മാറി വേറെ വല്ല NG റോഡ് എന്നോ അല്ലെങ്കിൽ NVG റോഡ് എന്നോ ഒക്കെ ആവും എന്ന് പറയപ്പെടുന്നു. രണ്ടെണ്ണമല്ലോ. കുടുംബത്തിൻ്റെ അറിയായിരുന്നു, ടേസ്റ്റ് വൈസ് ഓക്കെ, പക്ഷെ ഒരു പുഴുങ്ങിയ ഫീൽ ആയിരുന്നു അതിന്. കൊള്ളാലോ. ഇത് ആക്ച്വലി തിക്നെസ്സും പിടിക്കുമ്പോൾ അത്യാവശ്യമുണ്ട്, പക്ഷെ ലെങ്ത് ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഫൈൻ. ഷവർമ ചെറുതായാൽ മതി. ഷവർമ ഭയങ്കര വലുതാവേണ്ട കാര്യമില്ലല്ലോ, ഇതൊരു സ്നാക്കല്ലേ. സാധാരണ നമ്മൾ കേരളത്തിൽ ഷവർമ കഴിക്കുമ്പോൾ സ്പൈസസ് കൂടിയതിനെ പറ്റിയിട്ടാണ് പറയാം, ഇതിനത് തീരെയില്ല. നല്ല ചിക്കൻ, ബ്രെഡിനൊരു ചൂയിനെസ് ഉണ്ട്, സോസ് ഓക്കെ, തീരെ സീസണിങ് ഇല്ല, ഭയങ്കര ബ്ലാൻഡാണ്. 46ാമത്തെ ഏറ്റവും മികച്ച ഷവർമയിലേക്ക് നമ്മൾ പോവുകയാണ്. ഖസ്ർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതൊരു പ്രോപ്പർ വലിയ അറബിക് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഷവർമയുണ്ട് എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ടിപ്പിക്കൽ ഷവർമ കട പോലെയല്ല. വലിയൊരു മന്തി റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അറബിക് റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ്. കിടിലൻ ആംബിയൻസ് ഒക്കെയാണ് ഇരുന്ന് കഴിക്കാനൊക്കെ. ഷവർമയ്ക്ക് 170 രൂപ വിലയാണ്, പക്ഷേ അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. കെച്ചപ്പ് ഉണ്ട് ഷവർമയുടെ കൂടെ, അതുപോലെ വലിയൊരു മന്തിയുടെ ഒക്കെ കൂടുതൽ കിട്ടുന്ന പോലെ ഒരു ഷവർമയ്ക്ക് ഒരു ബലമില്ല. ഒരു എന്താ പറയുക,
ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ബാക്കാണല്ലോ നമുക്ക് ഇഷ്ടം. ഇതിനും ഒരു ചിക്കൻ സാലഡിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് പ്രധാനമായിട്ട് ഈ ചിക്കൻ സാലഡിൻ്റെ ടേസ്റ്റ് വരാൻ കാരണം അതിൻ്റെ ഒരു വാട്ടറിനെസ് ആണ്. വെജിറ്റബിൾസിൻ്റെ മുകളിലാണല്ലോ ചിക്കൻ വെക്കുക സാലഡിൽ. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. എന്തോ എനിക്ക് ഈ ഒരു ടേസ്റ്റിനോട് രീതിയോടും യോജിക്കാൻ പറ്റുന്നില്ല. ഇതിന് സ്പൈസസ് ഉണ്ട്. അവരോടൊരു നല്ല ഹായ് പറയാൻ പോലും പറ്റിയില്ല. ഞാൻ ഇതിൻ്റെ കൺഫ്യൂഷനിലായിപ്പോയി. ഇത് കെച്ചപ്പ് കൂട്ടി കഴിച്ചിട്ട് എന്തായാലും ശരിയാക്കാൻ പറ്റില്ല. മയണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചു തീർക്കാം, ഈസി. പക്ഷെ എന്നാൽ ഇതിൻ്റെ പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ല. പച്ചമുളക് കടിച്ചിട്ട് എന്നാലും ആ ഒരു വാട്ടറി വോബ്ലി നോക്ക്. ഷവർമ്മക്ക് പറ്റിയൊരു സെറ്റപ്പ് അല്ല ഇത്. 45ാമത്തതാണ് സുൽത്താനേറ്റ് ഓഫ് ഷവർമ. കിഡിലും പേരല്ലേ, കൊളംബോയിലെ അല്ലെങ്കിൽ ബോംബെയിലുള്ള മിനിസ്ട്രി ഓഫ് ക്രാബ് എന്നൊക്കെ പറയുന്ന പോലെ. ഐ ലൈക്ക് ഇറ്റ്. സൂപ്പർ പേര്. ഷവർമ എങ്ങനെയുണ്ടെന്ന് നോക്കാം, അതിനു മുമ്പ് പിക്കിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിക്കിൾ ചെറുതാ, കുഴപ്പമില്ല. ഒരു ഫ്രഷ്നെസ് ഇല്ല. SOS ഷവർമ, സുൽത്താനേറ്റ് ഓഫ് ഷവർമ, കറക്റ്റ്. ഇത് ഫിലാഫിലാണോ? അത് ചിക്കനും ഉണ്ട്, ഫിലാഫിലും ഉണ്ട്. ഫിലാഫിൽ എനിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ബ്രെഡ് കുറച്ച് ടഫാണ്. സോസ് ഒരു പൊടിക്ക് കൂടുതലാണ്. സോസ് നല്ല ഹെവിയാണ്, ക്രീമിയാണ്. ചിക്കൻ ഒരു പൊടിക്ക് ഡ്രൈ ചെയ്യുക. ഈ 50 കടകളിലും പോയി ഷൂട്ട് ചെയ്യാൻ ഏകദേശം ഒരു 12 ദിവസമെങ്കിലും എടുത്തിട്ടുണ്ട്. ഇത് 44ാമത്തെ ഏറ്റവും നല്ല ഷവർമ എന്ന് തോന്നിയതാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ആലുവ മുതൽ മരട് വരെ, അതുപോലെ ഫോർട്ട് കൊച്ചി മുതൽ തൃപ്പൂണിത്തുറ കാക്കനാട് വരെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. എറണാകുളം ടൗൺ എന്ന് പറയുന്ന ആ ഒരു മെയിൻ ഏരിയ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് 50 ഷവർമ കടകളിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ഈ കാണിക്കുന്ന ഒരെണ്ണം പോലും മോശം ഷവർമയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ച് ഏതാണ് മുന്നിൽ നിൽക്കുന്നത്, ഏതാണ് കുറച്ച് പുറകിലായി പോയത് എന്ന് കണ്ടുപിടിക്കാനൊരു ശ്രമം മാത്രമാണ്. എല്ലാം നല്ലതാണ്. ഇതിൽ ആകെ 2 കെച്ചപ്പേ ഉള്ളൂ. പിക്കിളൊന്നുമില്ല. നല്ല ചൂടാ, മൊത്തം ഫാറ്റ് ഇങ്ങനെ കാണാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. ഇവിടുന്ന് തന്നെ ഉള്ളി കാണാം. ഏതോ കെച്ചപ്പ് കടയുടെ മുതലാളിയുടെ ഷവർമ്മ കടയെന്ന് തോന്നുന്നു. കൂടെ തന്നതും കെച്ചപ്പ്, ഇതിൽ ടേസ്റ്റ് ചെയ്യുന്നതും കെച്ചപ്പ്. ടോസ്റ്റ് ചെയ്ത ബ്രെഡ്, നല്ല ബ്രെഡ്, നല്ല ചിക്കൻ, നല്ല സോസ്. പക്ഷെ ഇതിനെന്തിനാ കെച്ചപ്പിൻ്റെ ടേസ്റ്റ്? ബ്രെഡ് മാത്രമുള്ള സൈഡിൽ നിന്ന് കടിച്ചിട്ട് പോലും നല്ല കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. വളരെ മനോഹരമായ ഒരു സംഭവത്തിന് നശിപ്പിക്കാൻ ഒരു ചെറിയ സാധനം മതി. ഇപ്പം G20 സമ്മിറ്റ് നടന്നല്ലോ. വളരെ മനോഹരമായ പ്രോഗ്രാം അല്ലേ. അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വരുന്നു, ജർമ്മനിയിൽ നിന്നും ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പോഴാണ് ഏതോ ഒരു കൈൻഡ് ഓഫ് അജണ്ട വെച്ചിട്ട് ഭാരത് എന്ന് പറഞ്ഞൊരു സാധനം പുഷ് ചെയ്തു. ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സിൻ്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ അതൊക്കെ? സെയിം സംഭവം. ഭാരത് എന്ന് പറഞ്ഞാൽ നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതാണ്. ഭാരത ഉത്കല ബംഗ, അതാണ് ഭാരത ഉത്കല ബംഗ എന്നല്ലേ നമ്മൾ പാടുന്നത്. അല്ലെങ്കിൽ
നമ്മുടെ പാസ്പോർട്ടിന് മുകളിൽ ഭാരത് ഗണരാജ്യ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ഭാരതം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം നമ്മൾ പഠിക്കുന്നുണ്ട്. ഭാരതത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആവശ്യമില്ലാത്ത സ്ഥലത്തെടുത്തത് പ്രയോഗിക്കുമ്പോഴാണ്. അതുപോലെ കെച്ചപ്പിന് പ്രശ്നമൊന്നുമില്ല, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ. ഇതിലെന്തിനാ 43ാമത്തെ ഏറ്റവും നല്ല ഷവർമയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഷവർമ കടയല്ല, ഇതൊരു വലിയ മന്തി റെസ്റ്റോറൻ്റ് ആണ്. അവർ പേര് കേട്ടിരിക്കുന്നത് മന്തിക്കാണ്. പക്ഷെ ഇവിടെ ഷവർമയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷവർമയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യത്തിലായിരിക്കും ഫോക്കസ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫോക്കസ് ഷവർമേനേക്കാളും കൂടുതലും മന്തിയിലാണ്. നമ്മുടെ മിഷൻ ഷവർമ ഏറ്റവും നല്ലത് കണ്ടുപിടിക്കലായതുകൊണ്ട് തന്നെ മന്തി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഷവർമയിൽ പിടിക്കാം. ഇത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഇത് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു പുഴുങ്ങിയ ടേസ്റ്റ് ആയിരിക്കും. അത്രയും തിക്കായിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പിക്ലിംഗ് ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നമുക്ക് ഇവിടുത്തെ വില എടപ്പള്ളി പോലത്തെ സ്ഥലത്തെ വിലയായിട്ട് കമ്പയർ ചെയ്യാൻ വലിയ പാടാണ്. കാരണം വെച്ചാൽ ഇവിടെ റെൻറ്റ് അവിടുത്തേക്കാളും ഭയങ്കര കുറവായിരിക്കാൻ സാധ്യത. ഒരുപാട് കുറവല്ല, എന്നാലും കുറവായിരിക്കാൻ സാധ്യത. എനിവേ, ബ്രെഡ് കുറേയുണ്ട്, തിരികെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോളിൽ നിന്ന് കടിച്ചാൽ ഉള്ളി ഇട്ടിട്ടുണ്ട്. സോസ് ആവശ്യത്തിൽ കൂടുതലാണ്. സോസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ബ്രെഡ് നൈസാണ്, പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് ഇല്ല, ഒരു ടഫ്നെസ്സും കൊണ്ടിരുന്നു ബ്രെഡ്. ചിക്കൻ സൂപ്പറാവും. 110 രൂപയ്ക്ക് തരക്കേടില്ലാത്ത ഒരു ഷവർമ. 43ാം സ്ഥാനത്തുണ്ടായിരുന്ന ടർക്കിഷ് മന്തി ആലുവയിലാണെങ്കിൽ 42ാം സ്ഥാനത്തുള്ള സ്പൈസ് ടൗൺ തൃപ്പൂണിത്തുറയിലാണ്. ഇപ്പോൾ ഈ ഷവർമ കമ്പാരിസൺ ഇത്രയും വിശാലമായ സ്ഥലത്ത് പോയിട്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും ചിലപ്പോൾ ബെറ്റർ ഷവർമ ഉണ്ടാവുക. എന്ന് വെച്ച് ദൂരേന്ന് ഷവർമ ഫുഡ് ഡെലിവറി ആപ്പിൽ ഓർഡർ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം 5 ഡിഗ്രിയുടെ താഴെ അല്ലെങ്കിൽ 65 ഡിഗ്രിയുടെ മേലെ സൂക്ഷിക്കുന്ന ഭക്ഷണത്തിലാണ് ബാക്ടീരിയകൾ ഉണ്ടാവാതിരിക്കുക. ഇതിനിടയിലുള്ള 5 to 65 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡേഞ്ചർ സോണാണ് ഫുഡ് ഡെലിവറി എക്സ്പേർട്സ് വിളിക്കുക. മിക്കവാറും പാക്ക് ചെയ്ത് വെച്ച ഷവർമ പിക്ക് ചെയ്ത് ഡെലിവറി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഉണ്ടാവുക. വളരെ ദൂരെ നിന്നാണ് വരുന്നതെങ്കിലും നമ്മളിലേക്ക് എത്താൻ കൂടുതൽ സമയം എടുക്കുമല്ലോ. ആ സമയം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ഒന്നുമില്ല, പിക്കളൊന്നുമില്ല. ഇങ്ങനത്തെ കളറിൽ ഷവർമ പൊതിയുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ കളർ പേപ്പറിൽ. ആഹാ, ബ്രെഡ് ടോസ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രെഡ്. നല്ല ചിക്കൻ, നല്ല സോസ്. പക്ഷേ ഇതൊരു ക്യാബേജ് ഷവർമയാണ്. ചിക്കൻ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ആ ക്യാബേജ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഷവർമ കമ്പാരിസണിലെ. വീഡിയോയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ 41ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ സ്ട്രീറ്റ് മെനു. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഈ കമ്പാരിസൺ. ഷവർമയുടെ ബ്രെഡ്, ചിക്കൻ, സോസ്, അതിനകത്ത് ഇട്ടിട്ടുള്ള ഫലാഫിലായിരിക്കാം, അല്ലെങ്കിൽ പച്ചക്കറികളായിരിക്കാം, അതുമല്ലെങ്കിൽ അതിനകത്തുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ്, സോസിന് മധുരമുണ്ടോ, പുളിയുണ്ടോ, കെച്ചപ്പ് ചേർത്തിട്ടുണ്ടോ, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആയതുകൊണ്ട് തന്നെ ട്രിപ്പ് അഡ്വൈസർ, സൊമാറ്റോ, ഗൂഗിൾ, സ്വിഗ്ഗി ഇതിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റേറ്റിംഗ്. ചില റെസ്റ്റോറൻറ്റിന് ചിലതേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, ചിലതിനെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടാവും. അവൈലബിൾ ആയതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. സൊമാറ്റോയിൽ 2 ടൈപ്പ് റേറ്റിംഗ് ഉണ്ട്. ഡൈനിൻ റേറ്റിംഗും അതുപോലെ തന്നെ ഡെലിവറി റേറ്റിംഗും. ഡെലിവറി റേറ്റിംഗ് ഡെലിവറിയുടെ സ്പീഡ്, പാക്കേജിങ് ഒക്കെ ആയിരിക്കും കാണിക്കുക. ഡൈനിൻ വേറെ. ട്രിപ്പ് അഡ്വൈസർ കുറച്ചുകൂടി ഇൻ്റർനാഷണൽ ലെവൽ റേറ്റിംഗ് ആണ്. ഗൂഗിൾ കുറച്ച് ലോക്കൽ. ഇത് തുറന്നിട്ടില്ല, വലിയ പാടാ. അത്യാവശ്യം എണ്ണയോ സോസോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്.
116 രൂപയ്ക്ക് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത്. ഉണ്ടോ? ചിക്കൻ പീസസ് കുറച്ച് വലുതാണ്, നല്ല ചിക്കനുമാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സോസ് ഉണ്ട്. അത്രയും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ തക്കാളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ അതിലും നിറയെ സോസാണ്. അറേബ്യൻ ഡ്രീംസ് കഴിഞ്ഞ തവണ കാണിച്ചത് വാഴക്കാലയായിരുന്നു. ഇത് കടവന്ത്രയാണ്. ഒരു തിരുത്തൽ ഉണ്ട്. ഇത് 40ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയാണ് കടവന്ത്ര അറേബ്യൻ ഡ്രീംസിൽ നിന്നും. 48ാമത്തെ ബെസ്റ്റ് ഷവർമ കടവന്ത്ര അറേബ്യൻ ഡ്രീംസ് എന്നായിരുന്നില്ല, അത് വാഴക്കാലയെന്നായിരുന്നു. ഒരു തിരുത്തലുണ്ട്. ഇത് നമ്മൾ ചിയാങ്ങിൻ്റെ തൊട്ടടുത്താണല്ലോ. പിക്കിളിന് ജീവനില്ല, അതുപോലെ തന്നെ ഒരു പിക്ലിംഗ് എഫക്റ്റ്. ഇത് എന്ത് ഏർപ്പാടാണെന്നറിയില്ല. ഇത് മൊത്തം പുറത്തേക്ക് കാണാം. തക്കാളി ഉണ്ട്, ചിക്കൻ ഉണ്ട്. പണ്ട് ഇത്രയും ഇൻഫ്ലേഷൻ ഇല്ലാതിരുന്ന ചിക്കനൊന്നും ഇത്രയും വിലയില്ലാതിരുന്ന ഷവർമ മേക്കേഴ്സിന് ഇത്രയും ശമ്പളം ഇല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അത് 2 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ്. ആ സമയത്ത് ചില കടകളിൽ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ഷവർമ കിട്ടുമായിരുന്നു. അതിൻ്റെ ഒരു കോമ്പോസിഷനാണ് ഇത്. ആ ഒരു ഹൈറ്റും എക്സാക്റ്റ് ആ സാധനം ഇത്. ഒരുപാട് ക്യാബേജ് കടിക്കാം, ഒരു ക്വാളിറ്റി ഫീൽ ഇല്ല. ഇവിടെ അന്നത്തെ കാലത്തെ 50 രൂപ ഷവർമയുടെ ആ ക്വാളിറ്റി ഫീൽ പോലും ഇല്ല. 39ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ കിട്ടിയത് തോപ്പുംപടി ഷവർമ പ്ലസ് എന്നാണ്. നമ്മൾ ഈ ഗൂഗിൾ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് റേറ്റ് ചെയ്തെന്നും കൂടെ നോക്കണം. 77 പേരാണ് റേറ്റ് ചെയ്തത്. അപ്പോൾ 7000 പേര് റേറ്റ് ചെയ്യുന്ന അത്ര വിശ്വാസ്യത ഉണ്ടാവില്ല, പക്ഷേ 10 പേര് റേറ്റ് ചെയ്യുന്നതിനേക്കാൾ വിശ്വാസ്യത ഉണ്ടാവും. സൊമാറ്റോയിൽ ഡൈനിങ്ങിൻ്റെ റേറ്റിംഗ് കുറവാണ്. ശരിയാണ്, അവിടെ ഡൈനിങ് ചെയ്യാൻ അത്ര ഒരു സൗകര്യം ഇല്ല. ഡെലിവറി റേറ്റിംഗ് സ്വിഗ്ഗിയിലായാലും സൊമാറ്റോയിലായാലും ടോപ്പിലുമാണ്. അയ്യോ, വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന പെട്ടി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. പെട്ടി ഓട്ടോറിക്ഷ ഒന്നും ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ പെട്ടി ഓട്ടോറിക്ഷക്കാർക്ക് എവിടെയാണ് സ്റ്റാൻഡിൽ നിൽക്കാൻ നേരം, അവർ ഫുൾ ബിസിയാണ്. അതിന് ഒരു മധുരമുണ്ട്, വേണ്ടത്ര പുളിയില്ല. കുക്കുംബർ കട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര തിന്നായിട്ടാണ്. തുറക്കൻ്റെ ഷവർമ അമ്മ, ഇത് വലിയ ഇത് ആക്ച്വലി ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു ഷവർമ ഞാൻ നോക്ക്. ഇത് കറക്റ്റ് ഫിറ്റാ. ആക്ച്വലി ഇവിടെ അടിയിലോട്ട് ഇത് പോകുന്നില്ല, അത്രയും വലുതായത്. അതാണ് ബ്രെഡ് ഉണ്ട്, പക്ഷെ ബ്രെഡ് ചൂയി അല്ല. ചിക്കൻ ഉണ്ട്, സോസ് ഒരുപാടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. എവിടുന്നോ ഒരു എരിവ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ശത്രു എനിക്ക് തോന്നുന്നത് ഈ ബ്രെഡാണ്. നമ്മൾ കടിക്കുമ്പോഴൊക്കെ ആ ബ്രെഡിൻ്റെ ടേസ്റ്റാണ്. ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് പോകാൻ ചിക്കൻ്റെ ഫ്ലേവറിന് ഒന്നിനും പറ്റുന്നില്ല. അത്രയും ബ്രെഡ് ഉണ്ട്, നോക്കിയോ. ഫ്ലേവറൊക്കെ കൊള്ളാം, നൈസ്. ആ സോസ് ഇല്ലാത്ത, സോസ് മിക്സ് ആവാത്തൊരു പീസ് ചിക്കൻ കിട്ടി. ഒരു പൊടിക്ക് ട്രൈ ചെയ്യാം. ഇവിടെ സോസിൽ കുളിച്ച് നിൽക്കുന്നതുകൊണ്ട് ചിക്കൻ മനസ്സിലാവില്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ, നീ ചെല്ല്. അങ്ങനെ നമ്മൾ 38ാമത്തെ ഷവർമയിലേക്ക് കിടക്കുകയാണ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതിബുദ്ധിമാനായ ക്യാമറമാനോൻ വോയിസ് ഓൺ ചെയ്യാൻ മറന്നത് കാരണം, മൈക്ക് ഓൺ ചെയ്യാൻ മറന്നത് കാരണം റെക്കോർഡിംഗ് ഇല്ല. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഓരോ ഷവർമ കഴിച്ചതിന് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി വായിക്കാനെങ്കിൽ ഇപ്പോൾ പറ്റും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഐഡിയ. ഷവർമയുടെ കൂടിയുള്ള പിക്കിളുണ്ടല്ലോ,
പിക്കിള് ഇവിടെ എഴുതി വെച്ച നോട്ട് പ്രകാരം ബിലോ ആവറേജ് ആണ്. പിന്നെ ഷവർമയുടെ സൈസാണ്. ഷവർമയുടെ സൈസ് അതിൻ്റെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എബോ ആവറേജ് ആണ്. പിന്നെ പാക്കേജിങ് തരക്കേടില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സർവീസിൻ്റെ സ്പീഡ് സാധാരണ ഷവർമക്കടയിലുള്ളത്രയും പോരാ. സർവീസും അത്ര പോരാ. ബ്രെഡ് ആവറേജ്, ചിക്കൻ ആവറേജ്, സ്പൈസസ് ചെറുതായിട്ട് കുത്തുന്നുണ്ട്, ബിലോ ആവറേജ് ആണ്. സോസ് സ്പൈസും ഷവർമയും ബ്രെഡും തമ്മിലുള്ള കംപ്ലീറ്റ് ബന്ധത്തിനെ ഒരുമിച്ച് ചേർക്കേണ്ടതല്ലേ, ചേർക്കുന്നതിൽ പരാജയപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത ഷവർമയിലേക്ക് പോവാം. 37 തവാബുൾ എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. ഇതൊരു വലിയ റെസ്റ്റോറൻ്റാണ്. അറബിക്, ഇന്ത്യൻ, ചൈനീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ. പക്ഷേ ഇതിൻ്റെ റേറ്റിങ്ങിൽ ഗൂഗിളിൽ സൂപ്പർ റേറ്റിംഗാണ്. 316 പേര് 4.2 റേറ്റ് ചെയ്തിട്ടുണ്ട്. സൊമാറ്റോയിൽ 2.9 ഡെലിവറി റേറ്റിംഗ്സും 2.1 ഡൈനിങ് റേറ്റിംഗ്സും. റെസ്റ്റോറൻറ്റ് മാറിപ്പോയെന്ന് ചെക്ക് ചെയ്തു, മാറിപ്പോയിട്ടില്ല. സ്വിഗ്ഗിയിലാണെങ്കിൽ നല്ല റേറ്റിംഗ് ഉണ്ട്, താനും 4.1 ഉണ്ട്. എനിവേ റേറ്റിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് സ്വന്തമായിട്ട് കഴിച്ചിട്ട് ഒരു അഭിപ്രായം സ്വന്തമായിട്ട് പറയാലോ അല്ലേ. ഇവിടുത്തെ സർവീസിൻ്റെ സ്പീഡ് അതൊക്കെ എബോ ആവറേജ് ആണ്, നല്ലതാണ്. പക്ഷേ പിക്കിൾ പോരാ. ഇവിടെയും റെക്കോർഡിംഗ് വർക്ക് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ. ഈ രണ്ടെണ്ണേ റെക്കോർഡിംഗ് വർക്ക് ചെയ്യാത്തതായിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിലും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകൾ പ്രകാരം നല്ല പാക്കേജിംഗ് ആണ്. പക്ഷേ ഷവർമയുടെ ബ്രെഡ്, ചിക്കൻ, അതിനകത്തുള്ള സ്പൈസസ്, സോസ്, അതിനകത്തിട്ടിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് 50 ഷവർമയെന്നാണ് പ്രശ്നമെന്ന് പറയുന്നത്. മോശമെന്നല്ല, പക്ഷേ ബിലോ ആവറേജ് ആണ്. എബോ ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സർവീസിൻ്റെ സ്പീഡ്, പാക്കേജിങ്, സൈസ്. അടുത്തത് 36ാമത്തെ ബെസ്റ്റ് ഷവർമ ഇവിടെ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്താണ് ഷവർമാഷി എന്ന് പറയുന്ന ഈ കട. ഇവർ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. വേറെ അധികം ഷവർമ കടകൾക്കൊന്നും ഈ ഒരു പ്രവൃത്തി അവകാശപ്പെടാനില്ല. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്ന ഷവർമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് ഈ കുട്ടികളെ സഹായിക്കുമെന്ന്. ടർഫിൽ കാലറിയൊക്കെ സ്പെൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് കളിച്ചു വരുന്ന കുട്ടികൾക്ക് ആ കാലറി അപ്പം തന്നെ തിരിച്ച് റീപ്ലനിഷ് ചെയ്യാൻ പറ്റും. കെച്ചപ്പ് ഉണ്ട്, പക്ഷേ പിക്കിള് കാണാനില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ആ, പൊളിഞ്ഞു വന്നുണ്ട്. പഞ്ചന, ഇതിൻ്റെ ഉള്ളിലും ഇല്ല പിക്കിള്. 170 രൂപയുടെ ഷവർമ. പിക്കിളില്ലേ? ആർക്ക് വേണോ ഒന്നുകൂടെ കെച്ചപ്പ്? വഞ്ചനാപരമായ നിലപാടായിട്ട് കൊള്ളാലോ പരിപാടി. ഇത്തിരി ആളുടെ ഇവിടെ ഒരു ടർഫും ഉണ്ട്, ആരും കളിക്കണല്ലോ. ഈ പിള്ളേർ കളിച്ചിട്ട് വരുന്ന ആൾ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ബ്രെഡ് കൊള്ളാം. നല്ലോണം സോസ് ഉണ്ട്. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ചിക്കൻ പുട്ടിക്ക് ട്രൈ ചെയ്യാം. ഫുൾ ചിക്കനാണ്, ഫുൾ സോസാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ട് നല്ല ക്രീമി സോസൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഷവർമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ 35ാമത്തെ കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമയിലേക്ക് കടക്കുകയാണ്. ഇതും ഇൻഫോ പാർക്കിന് അടുത്ത് തന്നെയാണ്. കാക്കനാട് ഷവർമർ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന കുട്ടികളാണിവിടെ. ഷവർമ ഉണ്ടാക്കുക വെച്ചാൽ നല്ല ചൂടത്ത് നിന്ന് ചെയ്യേണ്ട നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആ ചെത്തലും ഒക്കെ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചിരിയോടെ കസ്റ്റമറോട് സംസാരിക്കുക വെച്ചാൽ വളരെ നല്ല കാര്യമല്ലേ. ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ വേറൊരു പാക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറൊരു പാക്കറ്റ് ഉണ്ടാവുമോ? കെച്ചപ്പ്. എല്ലായിടത്തും പച്ച ചില്ലിയാണ് തരാറ്, ഇവിടെ ചുവന്ന ചില്ലിയാണ്. അതിന് ജസ്റ്റ് ആ ചില്ലിയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. 115 രൂപ.
ഓൾമോസ്റ്റ് മൊത്തം ബ്രെഡാണ്. ക്രിസ്പി ഷവർമ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ചിക്കൻ ടെൻഡേഴ്സ് പോലെ ഉണ്ടാക്കൂലേ, ഇങ്ങനെ ചെറിയ പീസ് ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട്. ഈ സൈഡ് മുഴുവൻ ക്യാബേജാണ്, ഈ സൈഡിൽ ചിക്കൻ്റെ പീസ് ഉണ്ട്. അപ്പം ഈ സൈഡിൽ നിന്ന് കുറച്ച് ക്യാബേജ് മേടിച്ചിട്ട് ആ സൈഡിൽ നിന്ന് കുറച്ച് ചിക്കനും കടിക്കാം. സാധനം ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ഷവർമ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു ഭയങ്കര വെറൈറ്റിയും. ഷവർമ പൊതുവെ ഒരു ഹെൽത്തി ഭക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. അധികം മയോണൈസ് ഒന്നും അധികം ഇല്ലെങ്കിലും ഇതങ്ങനെയല്ല. നല്ല കുഴപ്പമില്ല. ഓരോരോ പരീക്ഷണങ്ങളാണല്ലോ ജീവിതം. ഏറ്റവും ബെസ്റ്റിൽ 50 എണ്ണത്തിൽ 34ാമത്തെ ഷവർമയാണ് നമ്മളിവിടുന്ന് കഴിക്കാൻ പോകുന്നത്. കൊച്ചിയിലുള്ള അത്രയും ഷവർമ കടകൾ കേരളത്തിലെ വേറൊരു ടൗണിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തിന്, ഈവൻ ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ ഷവർമ തപ്പിക്കഴിഞ്ഞാൽ ഇത്രയും ചോയ്സ് ഉണ്ടാവും തോന്നില്ല. ചെന്നൈയിലോ ഹൈദരാബാദിലോ ബോംബെയിലോ ഡൽഹിയിലോ എവിടെയും കിട്ടും തോന്നില്ല. കൊച്ചിക്ക് ഷവർമയോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പല പരീക്ഷണങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, ഷവർമയുടെ കുത്തി നിർത്തിയിരിക്കുന്നത് വെർട്ടിക്കലായിട്ടില്ല, ഹൊറിസോണ്ടലായിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്റ്റൈലും പാക്കറ്റ്, പേപ്പറാണ്, സിമ്പിളാണ്. ഒരുപാട് സ്ഥലത്ത് മറ്റേ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് തന്നെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫുഡ് ഇൻസ്പെക്ടർമാരാണോ ആരാന്നറിയില്ല, സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ഈ ചെറിയ പ്ലാസ്റ്റിക് ബാഗുകൾ വിൽക്കുന്ന കടകളെ കാര്യമായിട്ട് റെയ്ഡ് ചെയ്യുന്നുണ്ട്. വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ച് വെച്ചിട്ട് അതിൽ സാധനങ്ങൾ കൊടുക്കുന്നവരെ. 125 രൂപ. അതിലൊരു പൊടിക്കും കൂടെ പിക്കിളിങ് ആവാം, ഒരു പൊടിക്കും കൂടെ, അത്രേ ഉള്ളൂ. നല്ലൊരു ഗാർലിക്കിൻ്റെ സ്മെല്ലുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് കിടിലാണ്. ചിക്കനും കൊള്ളാം. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മയണൈസിൻ്റെ ഓവർഡോസ് ഉണ്ട്. അത് മാത്രമാണ് ഒരു പ്രശ്നം. ആയിട്ട് ഇങ്ങനെ ക്രീം ഇങ്ങനെ വായിലേക്ക് വരും. അതർവൈസ് ഇറ്റ്സ് നൈസ്. റാങ്കിങ്ങിൽ അടുത്ത് വന്ന റെസ്റ്റോറൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസാണ്. 33ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഹാജി ഇബ്രാഹിം. ഷവർമ കൊച്ചിയിലേക്ക് കാര്യമായി വന്നുകൊണ്ടിരുന്നൊരു കാലം. എല്ലാവർക്കും ഇത് കൊള്ളാലോ, പുതിയൊരു സാധനമാണല്ലോ, അത് ചീസ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കഴിച്ചു നോക്കണമല്ലോ എന്ന് ഒരുപാട് പേര് ചിന്തിച്ച് തുടങ്ങിയ കാലം മുതൽ ഹാജി ഇബ്രാഹിം ഈ കളത്തിലുണ്ടായിരുന്നു. അന്ന് കൊച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് ഷവർമ എന്ന് പലരും വിളിച്ചിരുന്നതാണ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയ ആൾക്കാർ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഇതിൻ്റെ മുകളിൽ പോയി. ഒരു കാലത്ത് ആ കച്ചവടത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരുന്നിട്ട് പിന്നെ മെല്ലെ പുറകോട്ട് പോകുന്നത് വളരെ സാധാരണയാണ് ലോകത്ത്. അതിന് നമ്മളൊന്നും ചെയ്യണ്ട. അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ പുതിയ കാര്യങ്ങൾ ചെയ്യും. നമ്മളൊന്നും ചെയ്യാതെ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കും. മറ്റുള്ളവർ മുന്നോട്ട് പോകും, നമ്മൾ നിന്നെടുത്ത് തന്നെ ഉണ്ടാവും. 190 രൂപയുടെ ഷവർമ ഇങ്ങനെയാണോ പാക്ക് ചെയ്യുന്നത്? ഓക്കെ, ഒരു ക്വാളിറ്റി ഫീല് ഇല്ല. 190 രൂപയുടെ ഷവർമയല്ലേ? ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്, ഫ്ലെയിം കിസ്ഡ് ആണ്. ബ്രെഡ് നല്ലതാണ്. പക്ഷെ ബ്രെഡ് ഫ്രഞ്ച് ഫ്രൈസ് ഒരുപാടുണ്ട്. ഗുഡ്. 32ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ കിട്ടിയത് വാ തുർക്ക് ഗൈറൂസ് ആൻഡ് ഗ്രിൽസ് എന്നാണ്. How to pronounce the word gyro? Gyro. 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 रोहित ये क्रॉसेंट खाएगा? It is pronounced croissant. As a matter of fact, ഗൈറോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ഷവർമ ഉണ്ടാക്കുന്ന സെയിം ടെക്നോളജി. അതായത് മീറ്റിനെ കുത്തി നിർത്തിയിട്ട്, പൊതുവെ മട്ടനാണ് അവർ പ്രിഫർ ചെയ്യുക, കുത്തി നിർത്തിയിട്ട് അരിഞ്ഞിട്ട്
പീറ്റ ബ്രെഡിൽ റോളാക്കിയിട്ട് സെർവ് ചെയ്യുന്നതിനെയാണ് ഗൈറോസ് എന്ന് പറയുക. എനിവേ ഈ റെസ്റ്റോറൻറ്റിന് സൊമാറ്റോ റേറ്റിംഗ് ഒഴികെ ബാക്കി എല്ലാം കിടിലമാണ്. സൊമാറ്റോയിൽ മാത്രമാണ് മോശം റേറ്റിംഗ് ഉള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം മോശം റേറ്റിംഗ് വരുന്നു, ബാക്കിയുള്ള 3 പ്ലാറ്റ്ഫോമിൽ സൂപ്പർ റേറ്റിംഗ് വരുന്നു. അങ്ങനെ പല റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചിട്ട് പോവുക ഒരു സ്ഥലത്ത്? നല്ലതാണോ മോശമാണോ ഇതൊക്കെ നോക്കിയിട്ട്? ഞാൻ ആദ്യം ചോദിച്ച പിക്കിളില്ലേന്ന്, മറ്റേ ബിലീഷ് പോത്തൻ ബീഫ് ഫ്രൈ തീരെ നീ ചോദിച്ച പോലെ ഷവർമയിലാമൽ പിക്കിളില്ലേ പിക്കിളിലാമൽ ഉഷാർ. ഇതെന്താ ഇങ്ങനെ? ഇതൊരു ഇതിനൊരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഇല്ല. പതുപത് സാധനം. ഫോൺ പെട്ടെന്ന് പാട്ട് പാടിയതാണ്. ഇതിലൊരു സോസ് ഉണ്ട്. ഇതിങ്ങനെ ആടിക്കളിക്കുന്ന ഷവർമയാണ് മൊത്തത്തിൽ. ഇതിലൊരു സോസ് ഉണ്ട്, അതിന് വല്ലാത്തൊരു സ്വീറ്റ്നെസ് ഉണ്ട്. ചിക്കൻ നല്ലതാണ്. ഇത് കാറിലൊക്കെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഒന്നാമത് ഇത് കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്തിട്ടുമില്ല. ചിക്കൻ നല്ലതാണ്. അടുത്ത റെസ്റ്റോറൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വൻ സർപ്രൈസാണ്. ഇവർ ഓൾമോസ്റ്റ് എല്ലാ സാധനവും വിൽക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര വിലക്കുറവാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 50 രൂപ ലാഭിക്കാൻ വേണ്ടി 100 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത്രയും വാല്യൂ ഫോർ മണിയാണ് ഈ റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു വിചാരം പൊതുവേ ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഉണ്ട്. അതുപോലെ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഊണ് മുതൽ പൊതിച്ചോറ് വരെയുള്ള വെറൈറ്റീസ് അതിനകത്ത് ഉണ്ട്. ഊണ് മുതൽ ഷവർമ്മ വരെ കിട്ടുന്ന വേറെ റെസ്റ്റോറൻറ്റ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. കൊച്ചിയിൽ മാത്രമല്ല, വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്തൊരു തിരക്കാണ് ഇവിടെ. കുറേ ആൾ വരുന്നുണ്ട് ഇവിടെ. പൊറോട്ട, ചപ്പാത്തി, പത്തിരി, കൂന്തൽ, ഞണ്ട്, കല്ലുമ്മക്കായ, ഫിഷ്, ലിവർ, മട്ടൻ തല, പോട്ടി, ബ്രെയിൻ, ബീഫ്, കൊഴുവ, പള്ളത്തി, മീൻ, മുയൽ, ചിക്കൻ, കാട, ഫിഷ്. പോരാ, കുറച്ചുകൂടെ ഫ്രഷ് ആവണം. വെയിറ്റ് ഓൾസ് പറഞ്ഞു തരുമോ? അയ്യോ, ഇത് പറഞ്ഞു തരുന്നുണ്ട്. നൈസ്. ഇതുവരെ ചെയ്തതിൽ 3 എണ്ണം പറഞ്ഞു വന്നു. നന്മയുള്ള ലോകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു അശ്ലീലമാണിത്. മധുരമുള്ള ഷവർമ, നല്ല ചിക്കൻ, നല്ല വെയിറ്റേ ഉള്ളൂ, പക്ഷെ മധുരമുള്ള സോസ് എന്നെ കൊണ്ടാവില്ല. ഷവർമയിൽ സ്വീറ്റ് മായോ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവരുടെയും കൂടെ അഭിപ്രായം മാനിച്ച് ആ റെസ്റ്റോറൻറ്റ് 31ാം സ്ഥാനം കൊടുത്തത്. 30ാമത്തെ റെസ്റ്റോറൻറ്റ് കളമശ്ശേരി എമറാത്ത് ഹോട്ടലാണ്. മന്തിയാണ് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം. BMW ഓപ്പോസിറ്റ്. നമ്മുടെ ആലപ്പുഴ, കൊച്ചി വഴി, തൃശ്ശൂർ വഴി പാലക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ സമാധാനപരമായി വണ്ടി പാർക്ക് ചെയ്ത് ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അപൂർവ റെസ്റ്റോറൻറ്റുകളിലൊന്നാണ് എമറാത്ത്. പക്ഷേ ഓഫ് കോഴ്സ് അവിടെ മന്തി മാത്രമേ കിട്ടുള്ളൂ. ബ്രാൻഡിങ് ഒക്കെ ഉണ്ടല്ലോ. ഓ, ഈ ഡബ്ബർ ബാൻഡിൻ്റെ പരിപാടി. $135 ഇത് അത്യാവശ്യം നല്ല വലിയ ഷവർമയാണ്. ഇത് റെഡ് കളറാണ്. നൈസ് നൈസ്, കൊള്ളാം. ആ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. സ്പൈസസ് ഇതുമായിട്ട് ചിക്കനായിട്ട് വേണ്ടത്ര ജെല്ലായിട്ടില്ല. മേ ബി ഇപ്പോൾ സമയം 5 മണിയല്ലേ ഉള്ളൂ. കുറേ കൂടെ കഴിയുമ്പോൾ മേ ബി ബെറ്റർ ആവും. ഇവിടെ നിന്ന് മന്തി മേടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിലേക്ക്? നല്ലതായിരുന്നോ? 50 മുതൽ താഴോട്ട് ഇറങ്ങി വന്ന് ഇത് 29ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ്മ കടയാണ്.
ഞാൻ ആലോചിക്കായിരുന്നു ഓരോ കടയും 20-25 കിലോ ചിക്കനെങ്കിലും കുത്തി വെച്ചിട്ട് ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. ആവറേജ് പറയുകയാണ്, അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്, കുറവ് ചെയ്യുന്നവരുണ്ട്. 25 കിലോയിൽ നിന്ന് എങ്ങനെ പോയാലും 100-150 ഷവർമ കിട്ടും. അപ്പം എത്രായിരം ഷവർമയാണ് കൊച്ചിയിൽ ഒരു ദിവസം നമ്മളൊക്കെ കൂടെ കഴിക്കുന്നതല്ലേ. ഇത് 50 ബെസ്റ്റ് കടകൾ മാത്രമാണ്. ഇതിന് പുറമേ ഷവർമ ഉണ്ടാക്കുന്ന കുറേ കടകളുണ്ട്. ഇത്രയും ഷവർമ ഇഷ്ടമാണല്ലേ കൊച്ചിക്ക്. നല്ല പിക്കിൾ ചെയ്ത് ക്രിസ്പി ക്യാരറ്റും കക്കിരിക്കും എന്ത് രസമാണെന്നറിയാം. ക്രിസ്പി ക്യാരറ്റും കക്കിരിക്കാം, നന്നായി പിക്കിൾ ചെയ്തിട്ടില്ല. ഷവർമക്ക് ഒരു നീളം കൂടുതലുണ്ട്. വെരി ഗുഡ്. ഇരുന്നോട്ടെ, തടി കുറഞ്ഞിട്ട് നീളം കൂടുന്നതാണ് നല്ലത്. പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ജിംബിയാർ പറഞ്ഞത് അങ്ങനെയല്ല, തടി കൂടിയിട്ട് നീളം കുറയുന്നതാണ് നല്ലതെന്നാണ്. ഇനിയിപ്പോൾ അവൻ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലേ അവനോട് പോയി ചോദിക്കാൻ പറ്റുള്ളൂ. ദിസ് ഈസ് എ നോർത്ത് ഇന്ത്യൻ കറി ഷവർമ. ഒരു മൈൽഡ് ആയിട്ടുള്ള ക്രീമി നോർത്ത് ഇന്ത്യൻ കറിയില്ലേ, അതിന് ടേസ്റ്റ് ആയിരുന്നു. നല്ല ചിക്കനൊക്കെയാണ്, പക്ഷേ കണ്ടോ ബ്രെഡ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബ്രെഡ് തന്നെയാണ്. അത്യാവശ്യം തിക്കായിട്ടുള്ള, അത്ര ചൂയി അല്ല എന്നാലും. ദിസ് ഇസ് എ നോർത്ത് ഇന്ത്യൻ കറി ഷവർമ, മൈൽഡ്. ഇതിൽ ഓരോ ഷവർമ കടകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ആരാധക വൃന്ദമുണ്ട്. ഇത് 28ാമത്തെ ബെസ്റ്റ് ഷവർമ കടയാണ്. ഇതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായമാണ്. പലർക്കും പലതായിരിക്കുമല്ലേ ഇഷ്ടം. ഇപ്പം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും, ചൈനീസ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും, കുറച്ച് ബേൺഡ് ആയിട്ടുള്ള സ്മോക്കി ചിക്കൻ ഇഷ്ടമുള്ളവരുണ്ടാവും, നല്ല ക്രീമി ആയിട്ട് വൈറ്റ് സോസൊക്കെ നല്ലോണം കയറ്റിയിട്ടുണ്ടാക്കുന്ന ഷവർമ ഇഷ്ടമുള്ളവരുണ്ടാവും, പുളിയുള്ള മയണൈസ് ചേർത്ത ഷവർമ ഇഷ്ടമുള്ളവർ, മധുരമുള്ള മയണൈസ് ചേർത്ത ഷവർമ ഇഷ്ടമുള്ളവർ, കെച്ചപ്പ് ചേർത്ത ഷവർമ ഇഷ്ടമുള്ളവർ, മസ്റ്റർഡും ഹണിയും ചേർത്ത ഷവർമ ഇഷ്ടമുള്ളവർ. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കടകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത് ആക്ച്വലി നല്ല നീളമുണ്ടല്ലോ. പിക്കിളില്ല, ഇതിനകത്തൊരു കെച്ചപ്പുണ്ട്. അത് എടപ്പള്ളി ഭാഗത്തുള്ളൊരു ഏർപ്പാടാണ്. കെച്ചപ്പ് വേണം. ഇത് ടോസ് ചെയ്തിട്ടുള്ളതാണ്, ഇത് റൗണ്ട് അല്ല. നല്ല ഫ്രഞ്ച് ഫ്രൈസ്, നല്ല ചിക്കൻ. നമ്മളങ്ങനെ 27ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബീഫ് ഷവർമ കിട്ടാനുണ്ട്, മീനിൻ്റെ ഷവർമ കിട്ടാനുണ്ട്, മട്ടൻ്റെ ഷവർമ കിട്ടാനുണ്ട്, പല ഷവർമയും കിട്ടാനുണ്ട്, പനീറിൻ്റെ ഷവർമ വരെ കിട്ടാനുണ്ട്. നമ്മൾ എല്ലായിടത്തു നിന്നും അവരുടെ പോപ്പുലറായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ചിക്കൻ ഷവർമയാണ് വാങ്ങിച്ചത്. എന്നാലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പാക്കേജിൻ്റെ മെയിൻ പ്രശ്നം ഇതാണ്. ഇതെല്ലാവരും ഉപയോഗിക്കുന്ന പാക്കേജാണ്, ഒരു റെസ്റ്റോറൻറ്റ് മാത്രം ഉപയോഗിക്കുന്നതല്ല. ഇതിവിടുന്ന് പറിച്ചെടുക്കാൻ പലപ്പോഴും ഭയങ്കര പാടാണ്. ഇത് ഏതോ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരാളെ ഏതോ കാലത്ത് കണ്ടുപിടിച്ചാണ്. ഇത് കുറേ കാലമായി കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ വന്ന് എല്ലാ പാക്കിംഗ് മെറ്റീരിയലുകാരും ഒരു വിവേചന ബുദ്ധിയില്ലാതെ ഇത് ചെയ്തിട്ട് കുളമായിക്കൊണ്ടിരിക്കുക. ദിസ് ഈസ് നൈസ്. ഇത് പറിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്കിൾ നഷ്ടപ്പെടും. ഇനി പണ്ട് ഉമ്മുൽഖൈനിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ പണ്ടൊരു സാമ്പത്തിക പ്രശ്നം പ്രതിസന്ധി വന്ന സമയത്ത് പിന്നെ അയാളുടെ ജോലി പോയതാണ്. ഇതാണ് അയാളുടെ ഒരു ഫ്രണ്ട് തുടങ്ങിയ കച്ചവടം, നമ്മുടെ ഇഡലി ദോശ മാവുണ്ടാക്കി വിൽക്കലാണ്. ഭയങ്കര പോപ്പുലറായിരുന്നു. അത് പോപ്പുലറായി മാറി. പിന്നത് ഇയാൾ തുടങ്ങിയ കച്ചവടം ഈ പിക്കിൾ ഉണ്ടാക്കി വിൽക്കലാണ്. ഓരോ കടകൾക്കും പിന്നെ ഈ പിക്കിൾ ഉണ്ടാക്കലും ഒക്കെ പാടല്ലേ. ഇയാളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ നല്ല ക്രിസ്പിയാണ്, പക്ഷേ ആവശ്യത്തിന് പുളിപ്പില്ല. ഇത് കളർഫുള്ളാണ്, വയലറ്റ് ഉണ്ട്, പച്ചയുണ്ട്. ദിസ് ഇസ് മോർ ലൈക്ക് എ ചിക്കൻ സാലഡ്. നമ്മൾ സിമ്പിളായിട്ട് ഗ്രില്ല് ചെയ്ത ചിക്കൻ വെജിറ്റബിൾസിൻ്റെ മുകളിൽ വെച്ച് സാലഡ് ഉണ്ടാക്കില്ലേ, ഇതിനൊരു സാലഡിൻ്റെ കൈൻഡ് ഓഫ് വെജിറ്റബിൾസാണ് ഉള്ളത്. സ്പൈസസ് ഉണ്ട്,
നമുക്ക് അങ്ങനെ ചെറുതായിട്ട് സ്പൈസസിനെ മനസ്സിലാവുള്ളൂ. 26ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ കിട്ടിയത് കാക്കനാട് നിന്നാണ്. കാക്കനാട് ഷവർമ ധാരാളം കഴിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. നല്ലോണം ഷവർമ കടകളുണ്ട്, അതിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കടകളുണ്ട്. കൊച്ചിയിലെ IT കേന്ദ്രമാണല്ലോ കാക്കനാട്. IT പൊതുവേ നല്ല ശമ്പളമാണല്ലോ. ജോയിൻ ചെയ്യുന്നവർക്ക് തന്നെ നല്ല ശമ്പളമുണ്ട്. കാലം കഴിയും തോറും പ്രൊമോഷൻ കിട്ടുന്നു, ജോലിയിൽ മുന്നോട്ട് പോകുന്നു, ശമ്പളവും കൂടി വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് റെസ്റ്റോറൻറ്റുകൾക്ക് നന്നായി ചാർജ് ചെയ്യാൻ പറ്റും കാക്കനാടുള്ള റെസ്റ്റോറൻറ്റുകൾക്ക്. കാരണം അവിടെയുള്ളവരൊക്കെ നല്ല ഇൻകമുള്ള ആൾക്കാരല്ലേ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, കാക്കനാട് വളരെ പ്രൈസ് സെൻസിറ്റീവായി മാറാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റുകൾക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ലോണം കോമ്പറ്റീഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. IT എന്തായാലും ശമ്പളം കുറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? ഞാനിപ്പോൾ ഒരു പുതിയ പാട്ട് ട്യൂൺ ചെയ്ത് പാടി നോക്കി, ഗംഭീരമായിട്ടുണ്ട്. ലിറിക്സും ഞാൻ തന്നെയാണ്. മംഗളദീപം തിരി തെളിയും മായികഭാവം. ഞാൻ അത്ര നല്ല ഗായകനല്ലാത്തതുകൊണ്ട് ഞാൻ പാടും, എൻ്റെ അച്ഛൻ പാടും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അത്ര നല്ല ഗായനല്ലാത്തതുകൊണ്ട് വല്ല MG ശ്രീകുമാറിനെങ്ങാനും വിളിച്ച് പാടിക്കണം. കാരറ്റിന് അല്ല കക്കിരിക്ക് ജീവനില്ല. അല്ല, ഇതെന്താ ഇത് നല്ല കട്ടിയുണ്ടല്ലോ. ആദ്യത്തെ കടിയിൽ ബ്രെഡ് മാത്രമേ കിട്ടിയുള്ളൂ. ഈ ബ്രെഡ് ഡോമിനേറ്റ് ചെയ്യാം. അത് ബ്രെഡിന്റെ ടേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ച്യൂയിയാണ് ബ്രെഡ്. റെഡാണല്ലോ കളറ്. മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് കുത്തുന്നില്ല. നല്ല മാരിനേഷൻ, പുളിയുണ്ട്. മൊത്തം ചിക്കനോ. ആ പാട്ടൊന്ന് റെഡിയാക്കണം, അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ല. മംഗളദീപം തിരി തെളിയും. അത് മൈൻഡാക്കണ്ട, വട്ടുള്ളതാ, ഇടക്കിടയ്ക്ക് വരുന്നതാ, ഗുളിക കഴിച്ചിട്ടില്ല. 25ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ തിരിച്ച് എടപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. എടപ്പള്ളിയിൽ എത്ര ഷവർമ കടകളാണ് ഉള്ളതെന്ന് ഷവർമ കടകളുടെ ഓണേഴ്സിന് പോലും അറിയാൻ പാടില്ലാത്ത അത്രയും ഷവർമ കടകളാണ്. എടപ്പള്ളിയിലാണ് ഒരാൾ താമസിക്കുന്നതെങ്കിൽ, ഷവർമ കഴിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് ചത്തു. എങ്ങോട്ട് പോവും, എത്ര എണ്ണം, എന്തൊക്കെ ഓപ്ഷൻസ്, എന്തൊക്കെ ടൈപ്പ് മാരിനേഷൻ. ഇത് ചിക്കനിൽ മാത്രം പറയുന്ന കഥയാണ് കേട്ടോ. ചിക്കന് പുറമെ വേറെ ഷവർമകളുണ്ട്. ഇനി ഇതൊന്നും പോരെങ്കിൽ 65 രൂപയ്ക്ക് ഷവർമ കിട്ടും കൊച്ചിയിൽ. ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിങ് അതാണ്. ലുലു മോളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫുഡ് കോർട്ടിൽ അതും കിട്ടും. ഈ റെസ്റ്റോറൻ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 4 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ബ്ലോഗ് ചെയ്ത് കുറച്ച് കാലം ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുകയാണ്. ഇൻട്രോ എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു നായയെ പോലെ ഇങ്ങനെ കുതിച്ച് ഒരു മനുഷ്യൻ വന്നു. നായയുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെ വേട്ടയാടി പിടിക്കുന്നൊരു പട്ടി പോലെ. ലൈവ് ചെയ്യാനോടാ, നിർത്താൻ ലൈവ് എന്ന് പറയുന്ന സംഭവം ഞാനന്ന് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എനിക്കൊരു പിടിയും കിട്ടിയില്ല. അവർ നിർത്താൻ നിൻ്റെ ലൈവ്, കുറേയുടെ മുമ്പിൽ നിന്നിട്ടാണോ ലൈവ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ കഴുത്തിൽ നായയെ പോലെ തന്നെ ഒരു ചങ്ങലയുണ്ട്. ഇത് നായയാണോ മനുഷ്യനാണോ, മനുഷ്യരൂപം പോണ്ട നായയാണോ, നായയുടെ രൂപം കൊണ്ട മനുഷ്യനാണോ, ഒരു പിടിയില്ലാതെ നിന്നപ്പോൾ കുറേ ആളുകൾ വന്നു. മൃണാളേട്ടനല്ലേ അവിടെ ജോലി എന്നല്ല, ഭക്ഷണം കഴിക്കാൻ വന്നു. എന്തായിട്ട് ഇവിടെ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇങ്ങനെ ഇൻട്രോ പറയായിരുന്നു, ഒരു മന്തി. എന്നിട്ട് അവരൊക്കെ കൂടി ഈ മനുഷ്യനെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് വലിച്ച് പിടിച്ച് കൊണ്ടുപോയി. പട്ടിയെ ഇങ്ങനെ കൊണ്ടുപോകില്ലേ അതിൻ്റെ ഉടമസ്ഥന്മാരൊക്കെ, ഒരു മൂലക്കിരുത്തി. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഫ്രഷ് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് പോലുണ്ട്. പിക്ലിങ് ശരിയല്ല. അല്ല, അത് നമ്മളെ ഇതിൻ്റെ ഓണർ, അയാൾ ഇതിൻ്റെ ഓണറാണോ എന്ത് കുരിശാണോ ഒന്നും എനിക്കറിയില്ല. ഓണറാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അത് 4-5 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ഓ, നല്ല സൈസ് ഉണ്ടല്ലോ. 100 രൂപയ്ക്ക് ഇത്തിരി ഷവർമയാണ്. അമ്മേ, ബ്രെഡ് കുറേ ഉണ്ട് കണ്ടോ, ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടേ. അപ്പം നമുക്ക് ഷവർമയുടെ ഫീൽ കിട്ടുന്നില്ല. ഇവിടെ കടിച്ചു നോക്കാം. ബ്രെഡിൻ്റെ ഒരു ച്യൂയിനെസ് ഉണ്ട്. ചിക്കൻ കൊള്ളാം, ചിക്കൻ കൊള്ളാം. സോസ് ഒരു ഇന്തോ ചൈനീസ് കൊളാബറേഷനാണ്, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അതിന് 100 രൂപയ്ക്ക് ഇത്രയും ഷവർമയോ അമ്മേ. നമുക്ക് ഏറ്റവും ക്വാണ്ടിറ്റി ഇതുവരെ കഴിച്ചാൽ ഇതായിരിക്കും. ലെറ്റ്സീറ്റിൻ്റെ കുക്കികളും കേക്കുകളും ബേക്കറി പ്രൊഡക്ട്സും ഒക്കെ നല്ലതാണെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് അറിയാം.
ഹോസ്റ്റൽ എക്സിറ്റിന് ഷവർമ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. 50 മുതൽ 25 വരെയുള്ള ബെസ്റ്റ് കടകൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചു കഴിഞ്ഞു. ഇത് 24ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയാണ്. ഇത്രയും ഷവർമകൾ കഴിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഷവർമയുടെ ടേസ്റ്റിനെ സ്വാധീനിക്കുന്നത്. ചിക്കൻ എവിടുന്ന് വാങ്ങിക്കുന്നു എന്നുള്ളത് മുതൽ അതിലുപയോഗിക്കുന്ന മാരിനേഷൻ്റെ പൗഡർ, എത്ര നേരം മാരിനേറ്റ് ചെയ്യുന്നു, എത്ര നേരം കുക്ക് ചെയ്യുന്നു, ഏത് തീയുടെ അളവാണുള്ളത്, ഈവൻ എന്ത് ബേണറാണ് ഷവർമ മെഷീനിലുള്ളതെന്ന് വരെ വൻ പ്രശ്നമാണ്. ടർക്കിയുടെ ബേണേഴ്സ് കിട്ടും, ഫ്രാൻസിൽ നിന്ന് ബേണേഴ്സ് കിട്ടും എന്നൊക്കെ പറയും കിച്ചൺ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നവർ. ഓരോ ബേണറിനും ഓരോ രീതിയും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ നേരം ചെറിയ തീയിൽ വേവിക്കണോ, കുറച്ച് നേരം വലിയ തീയിൽ വേവിക്കണോ ഒക്കെ പ്രശ്നമാണ്. ഷവർമ ഉണ്ടാക്കൽ അത്ര എളുപ്പമുള്ള പണിയല്ല. നല്ല സ്മെല്ലുണ്ട്. എരിവ്. നല്ല ചിക്കൻ. ബ്രെഡും കൊള്ളാം. ക്രിസ്പി ക്യാബേജ്. പൊടിക്കും ക്രീമിനെസ് കുറവായിരുന്നെങ്കിലും നമുക്ക് ചിക്കൻ കുറച്ച് ടേസ്റ്റിയായി. അവരുടെ കടിക്കുമ്പോൾ മുളകുണ്ട്. അടുത്ത കട 23ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ, അതും എടപ്പള്ളി തന്നെയാണ്. ഗ്രിൽ ആൻഡ് ചിൽ. ഗ്രിൽ ആൻഡ് ചിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഉള്ള റെസ്റ്റോറൻറ്റ് ചെയിനാണ്. അവരുടെ റെസ്റ്റോറൻറ്റുകൾ സാധാരണ ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. ഇത് അത്ര വലിയ സ്പേസ് ഇല്ലാത്ത റെസ്റ്റോറൻ്റാണ്. എടപ്പള്ളിയാണ്, സ്പേസ് കിട്ടാൻ ഭയങ്കര പാടുമാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഷവർമ ഓൾമോസ്റ്റ് തീരാറായിരുന്നു. വളരെ കുറച്ച് ഷവർമയ്ക്കുള്ള ചിക്കൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാലും കഴിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു. വളരെ കുറച്ച് മീറ്റേ കുത്തിവെച്ചതിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നത് ടേസ്റ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ലാതില്ല എന്നൊക്കെയുള്ള മറുപടിയാണ് കിട്ടിയത്. ഉറപ്പില്ല, എന്നാലും കഴിച്ചു നോക്കാം. പിക്കളൊന്നും കാണാനില്ല. നല്ല ബ്രാൻഡിങ്ങാണ്. വെള്ള കളർ പൊതുവേ നല്ല കളറാണ്. ആ, ഇത് കൃത്യം പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഐ മീൻ ആദ്യമായിട്ട് അങ്ങനെ ഈ സാധനം ഇങ്ങനെ പറഞ്ഞു വരുന്നത്. പിക്കിളില്ല, ഇതിനകത്തുള്ളത് ഒരു ഡ്രസ്സിങ്ങാണ്. സാരമില്ല. സോസിൻ്റെ ഓവർഡോസ. നല്ല ചിക്കൻ. ഇതിനകത്തേക്ക് സ്പൈസസ് വരുന്നത് ഒരു തായ് സ്റ്റൈൽ ചില്ലി സോസ് എന്നാണ്. ആൻഡ് ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷേ ഈ മുകളിലാണ് ഈ സോസ് കൂടുതലുള്ളത്. നല്ല ചിക്കൻ. തായ് സ്റ്റൈൽ ചില്ലി സോസ് എന്നാണ് സ്പൈസസ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കുത്തുന്നില്ല, മറ്റേ മുളക് പൊടിയുടെ കുത്തലില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിക്കിള് വേണമായിരുന്നു. ഈശ്വരായില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് ക്രീമി ഫുഡാണ് ഇഷ്ടമെങ്കിൽ യു ലൈക്ക് ദിസ്. കൊച്ചിയിൽ ഇന്ന് നടന്നു പോകുന്ന റെസ്റ്റോറൻറ്റുകളോട് വളരെ ടഫായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് 22ാമത്തെ ഷവർമ കിട്ടിയത്. അത് ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്തെ ഫുഡ് കോർട്ടിലാണ്. കിലോ കണക്കിനാണ് ഭക്ഷണം തൂക്കി കൊടുക്കുന്നത്. ഗംഭീര ടേസ്റ്റുള്ള പല സാധനങ്ങൾ അവിടെയുണ്ട്. എല്ലാത്തിനും അത്ര ഗംഭീര ടേസ്റ്റ് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുകയാണ്, ഒരു 10-15 പേര് വരുന്നുണ്ട്. അവിടുന്ന് പല സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സാലഡ്, ഹുമൂസ്, ഭയങ്കര രസമാണ്. വിലയും വളരെ കുറവാണ്. ഇവിടുത്തെ ഷവർമയും നല്ലതെന്നാണ് പറയുന്നത്. ഇത് വില കൂടുതലാണ്. ഇതിന് 65 രൂപയുണ്ട്. GST അടക്കം 50 രൂപ മാത്രമേ ഷവർമയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് വലിയൊരാൾ പറഞ്ഞിട്ടുണ്ട്. വലിയൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ടല്ല, ശരീരം കൊണ്ട്. ഇതെനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ഇത് സ്പൈസസും എണ്ണയുമാണ്. അതൊരു നല്ല ലക്ഷണമല്ല.
എന്നാലും നോക്കാം. ഷവർമ്മക്കകത്ത് ഒരുപാട് സ്പൈസസ് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. കുഴപ്പമില്ല. ഈ കുബൂസിന് നല്ല തടിയുണ്ട്, ചിക്കൻ കാണാനും ഉണ്ട്. പ്രതീക്ഷ പോലെ തന്നെ ഇതിനൊരു ഫാറ്റി ടേസ്റ്റ് ഉണ്ട്. എണ്ണയുടെ മുളക് പൊടിയുടെ കുത്തുണ്ട്, പിന്നെ ഒരുപാട് ക്യാബേജും ഉണ്ട്. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തന്നെ ചിക്കൻ്റെ വിലയ്ക്ക് കുറേ ചിക്കൻ ഇട്ടിട്ട് 65 രൂപയ്ക്ക് ഷവർമ്മ വിൽക്കാൻ പറ്റില്ല. അത് ഈവൻ ഇത്രയും വലിയ പ്രസ്ഥാനമായാൽ പോലും. ഇവിടെ ലെബനീസ് ഷവർമ്മയുണ്ട്, പല ടൈപ്പ് ഷവർമ്മയുണ്ട്. അപ്പോൾ സ്പൈസി ചിക്കൻ ഷവർമ്മയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നതെന്നുള്ള അവിടുന്ന് അവർ പറഞ്ഞതനുസരിച്ചാണ് ഇത് മേടിച്ചത്. സ്പൈസി എന്ന് പറഞ്ഞാൽ മുളക് പൊടിയുടെ കുത്തല്ലല്ലോ. നോ, നല്ല കുബൂസ്, കിഡിലും കുബൂസ്. ഇത് ഷവർമ്മയ്ക്ക് പറ്റിയ കുബൂസ് ആണോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. കൊച്ചിയിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ഷവർമ്മ ഏതാന്നുള്ള കാര്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഷവർമ്മ. 21ാമത്തെ ഷവർമ്മയും എടപ്പള്ളിയിൽ നിന്ന് തന്നെയാണ്. എടപ്പള്ളിയിലാണ് കടകളുള്ളത്. എടപ്പള്ളി പോയാൽ തന്നെ മതി കൊച്ചി ഷവർമ്മകളുടെ ഒരു പരിച്ഛേദം നമുക്ക് കാണാൻ പറ്റും. ഷവർമ്മ ചെത്തിയിട്ടിട്ട് അതിലേക്ക് കയറുന്ന ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പം ഷവർമ്മയുടെ ടേസ്റ്റിനെ സ്വാധീനിക്കും. ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പം വളരെ കൂടുതലാണെങ്കിൽ മാരിനേഷൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് നമ്മളിലേക്ക് എത്തൂല. ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ ഓവർ ഫ്ലേവറായിട്ട് തോന്നുകയും ചെയ്യും. ഷവർമ്മയ്ക്ക് ഭയങ്കര ചൂടാണ്. ഇതെന്തോ ഓംലെറ്റിനകത്തുള്ള ഷവർമ്മയാണ്. പിക്കിള് കട്ട് ചെയ്തിട്ടിരിക്കുക. ആക്ച്വലി ഇങ്ങനെ പിക്കിള് ഒരു അസൗകര്യമാണ്. വട്ടത്തിൽ മുറിച്ചാണെങ്കിലേ എളുപ്പം കഴിക്കാം. ഓംലെറ്റിനകത്ത് ഷവർമ്മയാണ്. ദൈവമേ, ആ പൊറോട്ട, ഒരു ലെയർ പൊറോട്ട, അതിനുള്ള ഒരു ലെയർ ഓംലെറ്റ്, അതിനുള്ളിൽ ഷവർമ്മ. ചിക്കനൊരു സ്വീറ്റ്നെസ് ഉണ്ട്, അത്യാവശ്യം സ്പൈസിയാണ്. നല്ല പൊറോട്ട, നല്ല ഓംലെറ്റ്, അതിന് പറ്റിയ ചിക്കൻ. സ്ട്രിക്ട്ലി ഷവർമ്മയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫ്ലേവേഴ്സ്. ഒരാൾക്ക് ഒരു നേരത്തേക്കുള്ള ഫുൾ മീൽ ധാരാളം മതി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ചിക്കനും. ഇതുപോലുള്ള ഇന്നോവേഷൻസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. ഓതൻറ്റിക് ഷവർമ്മയുടെ പുറകെ പോകണം, ടേസ്റ്റിൻ്റെ പുറകെ പോകണം. എനിവേ, 20ാമത്തെ ടോപ്പ് ഷവർമ്മ കണ്ടുപിടിക്കാൻ തൃപ്പൂണിത്തുറ വരെ പോകേണ്ടി വന്നു. സൂപ്പർ ബേക്കേഴ്സ് പേരുകേട്ട ബേക്കറിയാണ്. അതിന് സൈഡിൽ ചെറിയ ഒരു ഷവർമ്മയുടെ പ്രസ്ഥാനമുണ്ട്. തൃപ്പൂണിത്തുറയിൽ എൻ്റെ പരിചയക്കാരൊക്കെ അവിടുന്ന് വാങ്ങാറുണ്ട്. അവർക്ക് നല്ല അഭിപ്രായമാണ് എന്നറിഞ്ഞു പോയതാണ്. പോയതിൽ ഒരു നഷ്ടവും ഉണ്ടായില്ല. കൊച്ചിയിലെ 20ാമത്തെ ബെസ്റ്റ് ഷവർമ്മ നമുക്ക് അവിടുന്ന് കിട്ടി. ചിക്കൻ അത്യാവശ്യം ബേൺഡാണ്, ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. ഇതിനകത്ത് മുഴുവൻ ക്യാബേജാണ്. നല്ലതാണ്. ആക്ച്വലി ഞാൻ ഇതുവരെ ഈ ഷൂട്ടിങ്ങിൽ കഴിച്ച് ഏറ്റവും നല്ല പിക്കുള്ള ഒന്നാണ്. പക്ഷെ ക്യാബേജ് അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. ആ കുക്കുംബറും ക്യാരറ്റും ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ക്യാബേജും കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും ഒരു അൽഫാമിൻ്റെ ടേസ്റ്റാണ്. നല്ല ബ്രെഡ്, ഇതിനകത്ത് നല്ല ക്രഞ്ചി ക്യാബേജ് ഉണ്ട്. ഇങ്ങനെ ക്യാബേജ് ആയിട്ട് വലിയ കുഴപ്പമില്ല. അതിന് നീളൻ ക്യാബേജ് ആയിട്ട് മറ്റേ ഇങ്ങനെ തറിച്ചതുപോലെ ഇടുമ്പോഴാണ് ഇടയിലിടയിൽ കുത്തുന്നത്. അൽഫാമിൻ്റെ ടേസ്റ്റുള്ള ഷവർമ്മ വിത്ത് ക്രഞ്ചി ക്യാബേജ് അതിൻ്റെ തക്കാളി. ഇപ്പം നമ്മൾ 19ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ്മ കടയിലാണ്, എടപ്പള്ളിയിലുള്ള ടേസ്റ്റ് അറേബ്യ. കൊച്ചിയിലെ 19ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ്മ കട എന്ന് പറയുമ്പോൾ കേരളത്തിലെ മിക്കവാറും ബെസ്റ്റ് 200 കടകളിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്.
കാരണം കൊച്ചിയിലെ ഷവർമ്മ കടകളുടെ കോമ്പറ്റീഷൻ അത്ര ഹൈ ആണ്, കോൺസെൻട്രേഷൻ വേറെ എവിടെയില്ലാത്തത്രയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ഷവർമ്മ കടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ വേറെ എവിടെയും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ. ഇതേപോലെ തന്നെ പുതിയ പുതിയ കടകൾ ധാരാളമായിട്ട് ഉണ്ടായി വരുന്നുമുണ്ട്. അങ്ങനെയുള്ള കടകളും ഈ ലിസ്റ്റിൽ പെട്ടിട്ടുമുണ്ട്. പണ്ട് കാലത്ത് ആളുകളുടെ ഫേവറേറ്റ് ആയിരുന്ന പല കടകളും ഇമ്പ്രൂവ് ചെയ്യാത്തതിൻ്റെ പേരിൽ പുറകിലോട്ട് പോകുന്നുണ്ട്. വെരി ടഫ്. ചില സ്ഥലത്ത് നിന്ന് പാക്ക് ചെയ്ത സാധനങ്ങൾ അഴിക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഞാൻ പല റെസ്റ്റോറൻറ്റിൽ നിന്ന് മീൽസ് വാങ്ങിക്കാറേ ഇല്ല പാഴ്സലായിട്ട്. ആ കറികളൊക്കെ തുറന്ന് വെച്ച് എല്ലാം തുറന്ന് മീൽസ് കഴിക്കാൻ വേണ്ടി എടുത്ത് വെക്കുമ്പോഴേക്കും മനുഷ്യൻ വയ്യാണ്ടാവും. അപ്പോഴേക്കും വിശപ്പ് പോയിട്ടുണ്ടാവും. അത് വെറും അരിഞ്ഞിട്ട വെജിറ്റബിളാണ്, കാര്യമില്ല. നല്ല കനം. തുറന്നപ്പോൾ തന്നെ സോസ് കയ്യിലായി. സിമ്പിൾ പാക്കേജിങ്, പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ നല്ലൊരു എഫക്റ്റും ഉണ്ടായിരുന്നു. നല്ല കൊള്ളാം. സിമ്പിൾ ബട്ട് പവർഫുൾ. ഇതിൽ ചിക്കന് ഇങ്ങനെ തീ വന്ന് തൊട്ട പോലത്തെ ഒരു ഫീലുണ്ട്. ബ്രെഡ് തിന്നാം, പക്ഷെ ഇതിനൊരു ച്യൂയി എഫക്റ്റ് ഉണ്ട്. ഈ ബ്രെഡിന് ഒരു ച്യൂയി എഫക്റ്റ് ഉണ്ട്. നൈസ്. 120 രൂപ തെറ്റില്ലാത്ത ഷവർമ്മയാണ്. ഈ ലിസ്റ്റിൽ മുന്നോട്ട് വരുന്തോറും ഒരു കടയും വേറൊരു കടയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കൽ വളരെ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. 18ാമത്തെ ഏറ്റവും ബെസ്റ്റ് കട ഞങ്ങൾക്ക് കിട്ടിയത് നെട്ടൂര് നിന്നാണ്. നെട്ടൂർ സ്റ്റീഫൻ എന്ന് കേട്ടിട്ടില്ലേ? ആ സ്റ്റീഫൻ്റെ നെട്ടൂർ. ബീഡി ഉണ്ടോ? ഒരു തീപ്പെട്ടി എടുക്കാൻ. എന്താ തീപ്പെട്ടി ഉണ്ടോ? ഒരു ബീഡി എടുക്കാൻ. അപ്പോ ബീഡിയും തീപ്പെട്ടിയും രണ്ടും വേണം അല്ലേ? നെട്ടൂർ സ്റ്റീഫൻ. ഡെക്താഷ് എന്നാണ് കടയുടെ പേര്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഈ കടകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൊച്ചി നല്ല പരിചയം ഇല്ലെങ്കിൽ ഒരു കാര്യം മുൻകൂട്ടി പറയുകയാണ്, ഈ കടകളെല്ലാം വളരെ വളരെ ദൂരത്തിലാണുള്ളത്. ചില കടകൾ ആലുവയിലാണ്, ചിലത് ഫോർട്ട് കൊച്ചിയിലാണ്, ചിലത് കാക്കനാടാണ്, ചിലത് എടപ്പള്ളിയാണ്, കലൂര്, മരട്, നെട്ടൂര്, തൃപ്പൂണിത്തറ, പരന്ന് കിടക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് മൊത്തം സ്ഥലത്തും പോലെ ഈവൻ നിങ്ങൾ ബെസ്റ്റ് കടകൾ ചൂസ് ചെയ്താൽ തന്നെ അവിടെയൊക്കെ പോലെ അത്ര പ്രാക്ടിക്കൽ ആയിരിക്കില്ല. പല ഭാഗത്ത് കിടക്കുകയാണ്. പിക്കളില്ല. ഇതിനകത്തുണ്ടോ പറയാൻ പറ്റില്ലേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായ ചരിത്രം. മുടുക്കൻ. ആരാണ് അവിടെ? പുഴിക്കുഴിയിൽ ഞാനാണല്ലോ പുഴിയാന. നല്ല വെജിറ്റബിൾ, പക്ഷെ പിക്കിൾ ചെയ്തിട്ടില്ല. എന്തിനാണോ ഇങ്ങനെ ഹോണടിക്കുന്നത്? സാമൂഹ്യ വിരുദ്ധ. പിന്നെ ചിക്കൻ കിടിലോ. അതിനകത്തൊരു സ്വീറ്റ് മയണൈസ് ഉണ്ട്, അതിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആലുവ അങ്കമാലി ഭാഗത്തുനിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന പല കടകളും ഈ അടുത്ത് കണ്ടെത്താനായി. 17ാമത്തെ ബെസ്റ്റ് ഷവർമ്മ കട ഞങ്ങൾക്ക് കിട്ടിയത് ആലുവയിൽ നിന്നാണ്. കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമ്മ കണ്ടുപിടിക്കാൻ എന്തിനാ ആലുവയെ പോയെന്ന് ചോദിച്ചാൽ, ലുലു മോള്, കൊച്ചി ലുലു മോളല്ലേ, പക്ഷെ അത് കൊച്ചി കോർപ്പറേഷനിലാണോ? അല്ല, അത് കളമശ്ശേരിയിലാണ്. ആ കളമശ്ശേരിയും കഴിഞ്ഞ് അടുത്ത സ്ഥലമാണ് ആലുവ. ആ ആലുവയും കഴിഞ്ഞ് അങ്കമാലിക്ക് അടുത്ത് എത്തണം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകാൻ. സിറ്റീസ് വളരും തോറും ചുറ്റുമുള്ള സ്ഥലങ്ങളെയൊക്കെ ആ സിറ്റിയിലേക്ക് അബ്സോർബ് ചെയ്യും. ഡൽഹി കേട്ടിട്ടില്ലേ? നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. നാഷണൽ ക്യാപിറ്റൽ റീജിയനിലെ പല സ്ഥലങ്ങളും ഡൽഹി സ്റ്റേറ്റിലേ അല്ല, ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെയാണ്. ഇവിടെ ഡബ്ബർ ബാൻഡ് അല്ല. എമിറാത്തില് ഞാൻ ആ ഡബ്ബർ ബാൻഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ, നോട്ട് കെട്ടിൽ പണ്ട് ഡബ്ബർ ബാൻഡ് ഇടുക, അതിൽ നിന്ന് ഊരിയെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മാനേജർ എന്ന് പറഞ്ഞൊരു സാറ് വന്നു. നമുക്കൊരു ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. ആ ഒരു കൺഫ്യൂഷനിൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 100ൻ്റെ കെട്ട് ഡബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ?
അതല്ലാതെ റബ്ബർ ബാൻഡ് കൊണ്ട് വേറെ പ്രയോജനം പാക്കിങ്ങിൽ തീരെ പറ്റൂല. തെറ്റിട്ടാ പക്ഷെ വെജിറ്റബിളിന് ഒരു ജീവനില്ല. അതാരാ യുദ്ധഭൂമിയിലൊരു പുതിയ പടൻ, എൻ്റെ ആരാധകൻ. നല്ലോണം ഇത് മൊത്തം എണ്ണയാണല്ലോ. ആരാധകൻ ദേ സ്പീഡിൽ പോണ്. ഇനി തല്ലാൻ ആളെ വിളിക്കാനാണാവോ? വാടാ ആളുണ്ടാ അവിടെ ഇപ്പൊ കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട്. ഇത് റെഡ് അല്ല, അതുവരെ കറക്റ്റാ. ആ റെഡ് ഇല്ലാത്തത് വരെ കറക്റ്റാ. സോസ് ഒരു പൊടിക്ക് കൂടുതലാണ്, പക്ഷെ നല്ല ടേസ്റ്റാ. ഇറ്റ്സ് ഗുഡ്. ചിക്കൻ ഇത്ര ഡ്രൈ ആവണ്ട. 120 ഇത് നല്ല ഷവർമ. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പള്ളുരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോർട്ട് കൊച്ചിയാണ്. കൊച്ചി നോക്കും, ഇക്കരെ നോക്കുമ്പോൾ അക്കരയാണല്ലോ. 16ാമത്തെ ഏറ്റവും നല്ല സംഭവം കിട്ടിയത് പള്ളുരുത്തി ഭാഗത്തു നിന്നാണ്. ആ ഭാഗത്ത് ഷവർമ സീൻ സൂപ്പറാണ്. കുറേ കടകളുണ്ട്, അതിൽ കൊള്ളാവുന്ന കടകളും ഉണ്ട്. ഫോർട്ട് കൊച്ചി ഭാഗത്തെ നല്ല ബിരിയാണി, നെയ്ച്ചോറ്, മട്ടൻ, പൊറോട്ട പലതും കിട്ടുന്ന സ്വീറ്റ്സ്, ഗുജറാത്തി സ്റ്റൈൽ സ്വീറ്റ്സ്, പിന്നെ ചിന്നു സ്കൂൾ ബാർ, കുറേ കടകളുണ്ട്. പക്ഷെ കാർ എടുത്ത് പോയാൽ പാർക്കിംഗ് ലേശം ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ വാട്ടർ മെട്രോ കയറി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്താം. എന്നിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് നമുക്ക് പോവാം. അല്ലെങ്കിൽ ഒരു 2 വീലർ ശകലം എടുത്തിട്ട് പോകാം. കുറച്ചേ ഉള്ളൂ, കുറച്ചുള്ളതിൽ വിരോധമില്ല, ഉള്ളത് സൂപ്പറായാൽ മതി. തുറക്കട മോനെ, ഒരുമാതിരി ഇത്ര കുറച്ചിടാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ബാഗിൻ്റെ ആവശ്യമില്ല. ഐ മീൻ ദിസ് ഈസ് ഗുഡ്. തരൂല നൈസായിട്ട് പൊളിഞ്ഞു വരണം. എടാ ഇതിവിടെ ജാമായിട്ടേ അത്രയും വലിയ നമുക്ക് എന്തൊരു സൈസാ. 120 രൂപയ്ക്ക് ഇത്രയും സൈസോ? ഒരു റെഡ് കളർ ഇങ്ങനെ കാണുന്നുണ്ട്. മുളക് പൊടിയുടെ അത്യാവശ്യം നല്ല എരിവുണ്ട്. നല്ല ചിക്കനാണ്, നല്ല ബ്രെഡും മാരിനേഷനിൽ മുളക് പൊടിയുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ യെസ്. മുളക് പൊടിയുടെ കുത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊടിക്കുണ്ട്, ഒരു പൊടിക്ക്. കൊച്ചിയിലെ ഷവർമ ബെസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പരിപാടി പ്രതിസന്ധിയിലായി പോയേനെ. ഷവർമക്കാരൊക്കെ അയോധ്യ പോയിരിക്കുകയായിരുന്നു. പിന്നെ അയോധ്യ എന്ന് പറഞ്ഞ് വെജിറ്റേറിയൻ ഷവർമ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ എല്ലാവരും കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതുകൊണ്ട് നമ്മൾ 15ാമത്തെ ബെസ്റ്റ് ഷവർമയിലേക്ക് കടക്കുകയാണ്. ഇതും പള്ളുരുത്തി ഫോർട്ട് കൊച്ചി ഭാഗത്താണ്. കാക്കനാട് ഭാഗത്ത്, എടപ്പള്ളി ഭാഗത്ത്, പള്ളുരുത്തി ഫോർട്ട് കൊച്ചി ഭാഗത്ത് ഇത്രയും സ്ഥലങ്ങളിൽ ഷവർമക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ രൂപപ്പെട്ടതായിട്ട് ഇത്രയും നമ്മളുടെ റിസർച്ചിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരാൾ ഈയിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞു, ഷവർമ കഴിച്ചിട്ടാണെന്നും പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു എവിടുന്ന ഷവർമ കഴിച്ച്? ഇന്ന് കടയിൽ നിന്നാ സാറേ. എത്ര ഷവർമ കഴിച്ചു? 6 എണ്ണം സാറേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷവർമയുടെ അല്ലടാ കുഴപ്പം, നിന്റെ പ്രാന്തം തീറ്റയുടെയാണ്. എന്താ ചെയ്യുക? കുറേ ടിഷ്യൂ ഒക്കെ ഉണ്ട്, കെച്ചപ്പും ഉണ്ട്, പിക്കിളും ഉണ്ട്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. എത്ര വലിയ ഷവർമയാ. ബ്രെഡിന്റെ മുകളിൽ ഇങ്ങനെ കാണാം. ഇവിടെ ആവശ്യത്തിന് ബ്രെഡേ ഉള്ളൂ ടോപ്പിൽ. ലൈക്ക് ബ്രെഡ് സൈഡിൽ വളരെ തിന്നായിട്ടേ ഉള്ളൂ. ചിക്കൻ ഇതിൻ്റെ സൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ അറ്റത്തേക്ക് എത്തുന്നില്ല, കാരണം അത്രയും തിക്കാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകൾക്ക്, പുതുതായിട്ട് തുടങ്ങുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് എന്ത് സൂപ്പർ പേരുകളല്ലേ. നമുക്ക് 14ാമത്തെ ഷവർമ കിട്ടിയത് കലൂരുള്ള ടിക്ക ആൻഡ് കബാബ് അമീൻ. എന്താ പേര്, സൂപ്പറായിട്ടുണ്ട്. നല്ല പഫ്സ് എന്നൊക്കെ പറയുന്ന പോലില്ലേ. കലൂര് ഭാഗത്ത് ധാരാളം ഷവർമ കടകളുണ്ട്, നല്ല കടകളുണ്ട്. പക്ഷെ അതൊന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ നിന്നൊക്കെ നടന്ന് പോകാവുന്ന ദൂരത്തിലല്ല. ഇതങ്ങനല്ല, ഇത് ഒറ്റ
കലൂരിൻ്റെ നടുവിലാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു പോയി ഷവർമ മേടിക്കാൻ പറ്റും. പാക്കിങ്ങിന് എത്ര രൂപയാണ് ചിലവാകുന്നതല്ലേ ഫുഡിൽ? വളരെ പൈസയല്ല. ഇതിൻ്റെ പാക്കിങ്, ഈ ബാഗ്, ഈവൻ ഇതൊക്കെ കൂടെ നല്ലൊരു സംഖ്യ ആയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഈ ഷവർമയുടെ വിലയുടെ 10% ആയിട്ടുണ്ടാവും. അതിൽ കുക്കുംബർ ക്രിസ്പി അല്ല, ഇത് പൊളിച്ചെടുക്കാൻ വലിയ പാടാണ്. പെട്ടെന്ന് കിട്ടി, രക്ഷപ്പെട്ടു. കുക്കുംബർ ക്രിസ്പി അല്ല, പിന്നെ ആവശ്യത്തിൽ കൂടുതലൊരു ഉപ്പുണ്ട്. നല്ല രസമുണ്ട് കഴിക്കാൻ. നൈസാണല്ലോ. കൊള്ളാം. നല്ല ചിക്കൻ, നല്ല ബ്രെഡും നല്ല സോസും. കൊള്ളാം. അടുത്ത ഷവർമയ്ക്ക് നമ്മൾ എടപ്പള്ളിയിലേക്ക് തിരിച്ച് പോവുകയാണ്. കൊച്ചിയിലെ 13ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ, ഫലാഫിൽ ദുബായ്. ഇവിടെ ഷെയ്ഖ് മുഹമ്മദിൻ്റെ പടം, ദുബായ് റൂളറുടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. പക്ക ദുബായ് സെറ്റപ്പാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഷവർമ കുത്തിയത് കണ്ടിട്ട് അത്ര ദുബായ് സെറ്റപ്പായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പായിട്ടാണ് തോന്നിയത്. നാട്ടിലെ സെറ്റപ്പിനുള്ള വില മാത്രമേ അവർ വാങ്ങിക്കുന്നുള്ളൂ. അതും കൂടെ നമ്മൾ പറയണമല്ലോ. ഇത് ബീട്രൂട്ട് ആയിരിക്കുമല്ലോ. ഇത് കോഫി ഹൗസിൻ്റെ അല്ല. അയ്യോ, ഇത് എവിടുന്ന് തുറന്നാലോ തുറക്കാൻ പറ്റും. ഇവിടെ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിൽ. ഐഡിയ കൊള്ളാം, പക്ഷേ കുറച്ച് പിക്കിളാവാനുണ്ട്. 80 രൂപയുടെ ഷവർമയാണ്. 80. ഇത് മറ്റേ നമ്മുടെ സ്റ്റാൻഡേർഡ് കുബൂസാണ്. സ്റ്റാൻഡേർഡ് കുബൂസ് ഷവർമ ഉണ്ടോ? ക്യാബേജ് ഉണ്ടാവല്ലേ? സിമ്പിൾ ഷവർമ, നല്ല ചിക്കൻ. സ്പൈസസ് ഒക്കെ ഉണ്ട്. ഒരു കേരളവൽക്കരണം നടന്നിട്ടുണ്ട്. നല്ല ചിക്കൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ചിക്കൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടല്ല പറയുന്നത്, ചിക്കൻ്റെ ടേസ്റ്റ്, കുക്കിംഗ് അത് കിട്ടാം. അടുത്ത ഷവർമയ്ക്ക് പിന്നെയും നമ്മൾ തിരിച്ച് കാക്കനാടേക്ക് തന്നെ പോകണം. കാക്കനാട്, കലൂര്, ഫോർട്ട് കൊച്ചി, എടപ്പള്ളി, ഇതാണ് ഷവർമ കേന്ദ്രങ്ങൾ. 12ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ കിട്ടിയത് ഷവർമ എന്നാണ്. VE ആണ്. VA ആയിരുന്നേ നമുക്ക് വിചാരിക്കുന്നു ഏതെങ്കിലും വർമ്മയുടെ ആയിരിക്കുമെന്ന്. ഈ വർമ്മമാർ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള രാജകുമാരന്മാരുടെയൊക്കെ റീലുകൾ ഈ അടുത്ത കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. വിധേയത്വത്തോടു കൂടി അതൊക്കെ കാണിക്കുന്ന ധാരാളം ആളുകളെയും കണ്ടു. പക്ഷേ ഇവിടുത്തെ പാക്കേജിങ്ങും സെറ്റപ്പൊന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ രാജകുലീന സാധനങ്ങളൊന്നും അങ്ങനെ ഇല്ല. ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ പൊതിയാണ്. ഷവായി ഉണ്ടാക്കാൻ തോന്നുന്നു. മൊത്തം പുകയാണ്. സോറി, ഷവായി അല്ല, അൽഫാം. ഇത് കൊള്ളാം. ഇത് മാക്ഡൊണാൾഡ്സിൻ്റെ കവറാണല്ലോ. മാക്ഡൊണാൾഡ്സിൻ്റെ കവർ അടിച്ചു മാറ്റിയിട്ട് ഷവർമ വെക്കുക അല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഏതോ മാക്ഡൊണാൾഡ്സിൽ ഏതോ ഒരാൾ കള്ളക്കടത്ത് നടത്തുന്നുണ്ടല്ലോ. ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അതൊരു പുട്ട് ഓഫാണ്. ചിക്കൻ കിടിലോ. ക്യാപ്സിക്കം കയറി വരണം. ഇതൊരു കുറച്ച് സ്പൈസി ഷവർമയാണ്. നല്ല ബ്രെഡ്, ക്യാപ്സിക്കം ഇല്ലായിരുന്നെങ്കിൽ തകർത്തേനെ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ക്യാപ്സിക്കം പറക്കി മാറ്റി കഴിച്ചാൽ മതി.
ഇഷ്ടമുള്ളവർക്ക് പിന്നെ തീരെ സ്പൈസിയാണ്. ഇഷ്ടമുള്ളവർക്ക് പിന്നെ ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. ക്യാപ്സിക്കം ആക്ച്വലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. വെറുതെ ഷവർമ കുത്തി നടക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. എനിവേ അതൊക്കെ ഒരാളുടെ ഇഷ്ടം. 11ാമത്തെ ബെസ്റ്റ് ഷവർമയ്ക്ക് തിരിച്ച് വി ആർ ബാക്ക് ടു ഫോർട്ട് കൊച്ചി റെസ്റ്റോറൻറ്റ് 43. ഇതിൻ്റെ അഡ്രസ്സ് സൗദി എന്നാണ്. സൗദി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. കേട്ടിട്ടില്ലേ? സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ അത് നടക്കുന്ന സൗദിയിലാണല്ലോ. സൗദി സബാട്ടി എന്ന് കേട്ടിട്ടില്ലേ? ഏതൊരു സിനിമയിൽ പറയുന്ന പേരാണ്. എൻ്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ അത് ഛോട്ടാ മുംബൈയിലാണ്. ഫോർട്ട് കൊച്ചി ബേസ് ചെയ്തിട്ട് വന്ന സിനിമകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണല്ലേ. അതുപോലെ എൻ്റെ ഫോർട്ട് കൊച്ചിയിലെ ഷവർമകൾ പ്രത്യേകതകളും എക്സൈറ്റ്മെൻറ്റും. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഓഫീസിന് ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി സജസ്റ്റ് ചെയ്ത കടയാണ്. എന്ന് വെച്ചാൽ ദർ ഇസ് നോ ബയസ്. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയും. കക്കിരിക്ക കട്ട് ചെയ്ത് തിന്നുക, പിക്കിളിൽ ക്യാബേജും ടേസ്റ്റ് ഉണ്ട്. ഷവർമയ്ക്ക് 100 രൂപയാണ്. 100 രൂപയ്ക്ക് അത്യാവശ്യം നല്ല സൈസാണ്. ഭയങ്കര തിൻ ബ്രെഡാണല്ലോ. ആ കടിച്ചതിൽ മൊത്തം ബ്രെഡായി പോയി. നല്ല ബ്രെഡാണ്. ഈ സൈഡിൽ ബ്രെഡ് ഇങ്ങനെ കൂടുതൽ നിൽക്കുക. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കടിക്കുമ്പോൾ എൻ്റെ ഒരു പ്രശ്നമുണ്ട്. ച്യൂയി ആയിട്ടുള്ള ബ്രെഡല്ല. കുറെ കാക്കയുണ്ടല്ലോ. കാക്ക തൂറി അറിയില്ല, മയണൈസാന്ന് വിചാരിച്ചോളൂ. കിഡ്ലൻ ചിക്കൻ. ഈ ഷവർമയ്ക്കും ഞാൻ ഇന്ന് വരെയുള്ള ഒരു ഷവർമയിലും കണ്ടിട്ടില്ല. അതൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അറേബ്യൻ ഷവർമ കണ്ടിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ കണ്ട കാര്യമാണ് പറയുന്നത്. അറേബ്യൻ സ്റ്റൈൽ കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. ഇതിന് ചിക്കൻ ബ്രോസ്റ്റിൻ്റെ ഷവർമ കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. മധുരമുള്ള ഷവർമയാണ്. നന്മയുള്ള ലോകം എന്നൊക്കെ പറയുന്ന പോലെ മധുരമുള്ള ഷവർമ സംഭവം കൊള്ളാം. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ബ്രെഡ് മുഴുവൻ ഈ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുക. ഒരാൾ ഇങ്ങനെ കടിക്കുകയാണെങ്കിൽ അത് ബ്രെഡ് മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു ചിക്കൻ ഒളിച്ചിരിക്കുന്നുണ്ട്. കലൂരുള്ള ഈ കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് 10ാമത്തെ ഏറ്റവും നല്ല ഷവർമ കിട്ടിയത്. അവിടെ ഷവർമ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാം. ഷവർമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ മയണൈസ്. ഗാർലിക് മയോ ആണ് ഭൂരിഭാഗം കടകൾ ഉപയോഗിക്കാറ്. ഗാർലിക്കിന് രാജ്യത്ത് 500 രൂപ കവിഞ്ഞു ഹോൾസെയിൽ പ്രൈസ്. ചക്ക് കണക്കിന് ഗാർലിക്ക് കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള പരാതികൾ പല പോലീസ് സ്റ്റേഷനിലും കിട്ടുന്നുണ്ട്. എന്തായാലും രാജ്യപുരോഗതിക്ക് വേണ്ട ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരാശ്വാസം. കുഴപ്പമില്ല, ഗാർലിക്ക് ഇല്ലാതെ ഷവർമ കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ എന്താ, പ്രശ്നമുള്ള കാര്യമില്ലല്ലോ. ഇത് കൊള്ളാലോ, പോക്കറ്റ് പോലത്തെ ഷവർമയാണല്ലോ. ഇതിങ്ങനെ അല്ലാതെ വേറെ എങ്ങനെയും തുറക്കാൻ പറ്റുമോ? ഇല്ലാന്ന് എനിക്കും തോന്നുന്നത്. ഇതൊക്കെ മോഡേൺ ടെക്നോളജിയാണ്. ടൊമാറ്റോ കെച്ചപ്പുണ്ട്. എടപ്പള്ളി ഭാഗത്താണ് ഇത് സാധാരണ കൂടുതൽ കണ്ടുവരാറ്. ഷവർമയുടെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ്. ഓ അങ്ങനെ, ഓക്കെ. ഒരു സൈഡേ തുറക്കാൻ പാടുള്ളൂ അല്ലേ? നല്ലോണം ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ബെസ്റ്റ് ഷവർമ കമ്പാരിസൺ സിംഗിൾ ഡിജിറ്റിലേക്ക് കിടക്കുകയാണ്. 9ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ അഗെയിൻ ആലുവയിൽ പോണ്ടി വന്നു. ആലുവ, കലൂര്, കാക്കനാട്, ഫോർട്ട് കൊച്ചി, എടപ്പള്ളി, ഈ 5 സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് കിട്ടിയത് ഷവർമയുടെ കാര്യത്തിൽ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അത്രയധികം നല്ല റെസ്റ്റോറൻറ്റുകൾ ഈ 5 സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നല്ല ഷവർമ കടകളിലും അവർ ചെയ്യുന്ന വർക്ക് നമുക്ക് പുറത്തുനിന്ന് കാണാനും പറ്റും. ബ്രെഡ് എടുക്കുന്നത്, അതിൽ മയണൈസ് തേക്കുന്നത്, സാലഡ് വെക്കുന്നത്, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ അരിയുന്നത്, ചിക്കൻ വെക്കുന്നത്, റോൾ ചെയ്യുന്നത് എല്ലാം നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. എത്ര ഷവർമ കഴിച്ചു, ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ ഇങ്ങനത്തെ സാധനം മേടിച്ച് വെക്കാറ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴേ കോയിലിട്ട് വെക്കാനാണ്. പോക്കറ്റിലേക്ക് കുടുങ്ങി കഴിഞ്ഞാൽ എയർപോർട്ടിലാവുമാർ
അയ്യോ അവന്മാരല്ല സാറന്മാരുകൾ. ഇത് കൊള്ളാം. ദിസ് ഈസ് വെരി ഗുഡ്. 125 രൂപയ്ക്ക് നല്ല സൈസ്. പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷവർമ എന്ന് പറയുന്നത് അല്ലറസ് ഓട്ടോമാറ്റിക് ബേക്കറി ഉണ്ട് ദുബായ് ഷാർജ ബോർഡറിൽ. അതാണ്. ലെറ്റൂസ്, തക്കാളി, ഉള്ളി, നമ്മുടെ സോസ് മിനിമം. അതുപോലെ വെജിറ്റബിളിൻ്റെ ഫ്രഷ്നെസ്സും കൊള്ളാം. ചിക്കൻ വലിയ സ്പൈസസും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് കൊള്ളാക്കിയിട്ടുമില്ല. നല്ല ബ്രെഡ്, നല്ല ക്വാണ്ടിറ്റി, താരതമ്യേന ചെറിയ വില. ഇതൊരു ഷവർമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ലെറ്റ്യൂസ് ഇതൊക്കെ കയറുമ്പോഴേ ഇത് നല്ലൊരു ചിക്കൻ റോളാണ്. നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണ്. എന്നാലും ലെറ്റൂസൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് 125 രൂപ ഷവർമ വിൽക്കുക? ആവോ. 8ാമത്തെ ഏറ്റവും നല്ല ഷവർമ കിട്ടിയത് ഷവർമ ഡാഡി എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. നമ്മൾ ഫുൾ സീരീസ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 50 റെസ്റ്റോറൻറ്റുകൾക്കും ഗൂഗിൾ റേറ്റിംഗ്, സൊമാറ്റോ, സ്വിഗ്ഗി, ട്രിപ്പ് അഡ്വൈസർ റേറ്റിംഗ് എല്ലാം കാണിച്ചിട്ടുണ്ട്. വളരെ അപൂർവ റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമേ ഈ 4ലും പ്രസൻസ് ഉണ്ടാവുള്ളൂ. 4ലും പ്രസൻസ് ഉണ്ടാവണമെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിലും അത്രയധികം യൂസേഴ്സ് റേറ്റ് ചെയ്യണം. അല്ലാതെ റെസ്റ്റോറൻറ്റ് വിചാരിച്ചുകൊണ്ട് മാത്രം റേറ്റിങ്ങും പ്രസൻസും ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അതിൽ ഈ കാണുന്ന ട്രിപ്പ് അഡ്വൈസറാണ് വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുന്ന വെബ്സൈറ്റ്. ഇത് പൊളിച്ചെടുക്കാൻ വലിയ പാട് തന്നെ ഇല്ല. പാടാം. ഈ ഷവർമ പരന്ന ഷവർമയാണ്, ഉരുണ്ടതല്ല. ഇതെനിക്ക് തോന്നുന്നത് ഒരു ടോസ്റ്ററിലിട്ടിട്ട്, ഒരു പനീനി പോലുള്ളൊരു സാധനത്തിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മോർ ലൈക്ക് എ സാൻഡ്വിച്ച്. ബ്രെഡിൻ്റെ മുകളിലെ എഫക്റ്റ് കാണാനുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടുന്നോ ഒരു പരിചയമുള്ള സ്പൈസ് കയറി വന്നു. ബ്രെഡിന് മുകളിൽ ശരിക്കും എഫക്റ്റ് കാണാനുണ്ട്. അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, നല്ല ചിക്കൻ, വെജിറ്റബിൾസ് ഒന്നുമില്ല, ആവശ്യത്തിന് സോസും ഉണ്ട്. ഒരു പൊടിക്ക് വേണമെങ്കിൽ സോസ് കൂടുതലാന്ന് പറയാം. മൈൽഡായിട്ടുള്ള സ്പൈസസ് ആവും, പ്ലസൻ്റാ, ഹെവിനെസ് ഉണ്ട്. 150. ഏഴാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയും കിട്ടിയത് ആലുവയിൽ നിന്ന് തന്നെയാണ്. ആദ്യം ഞങ്ങൾ ആലോചിച്ചിരുന്നു ആലുവ ഈ കൊച്ചി ഷവർമ കമ്പാരിസണിൽ ഉൾപ്പെടുത്തണമെന്ന്. കാരണം ആലുവ നല്ല ദൂരത്തിലല്ലേ. ഇപ്പോൾ കലൂരിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കൊച്ചിയുടെ ഹൃദയഭാഗത്തു നിന്ന് ആലുവയിലേക്ക് പോകണമെങ്കിൽ ദൂരം എത്രയുണ്ട്, സമയം എത്ര എടുക്കും. പക്ഷെ ഞങ്ങൾ ചിന്തിച്ചത് ആലുവയിൽ നിന്നാണല്ലോ മെട്രോ തുടങ്ങുന്നത്. അപ്പോൾ കൊച്ചി മെട്രോ ആലുവയിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കണ്ടേ, ആ സ്ഥലവും കൂടി ഉൾപ്പെടുത്തണ്ടേ എന്നാണ്. ആലുവ എങ്ങാനും ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഞങ്ങൾ മിസ് ചെയ്തേനെ. ഇപ്പോൾ ഈ സീരീസിലെ മുഴുവൻ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കും അത് ബോധ്യമാവും. ഇത് കുറേ ഉണ്ടല്ലോ. വന്ന് ഷവർമ കഴിക്കുന്നതിനേക്കാളുള്ള എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ കിട്ടുന്ന വെജിറ്റബിൾസ് കഴിക്കാനായി. തുറക്കൂലേ? എന്താണ് നീ അങ്ങനെ കാണിക്കണത്? ക്യാരറ്റിന് ജീവനില്ല. നോ, നന്നായില്ല. ഒരു ക്യാരറ്റല്ല, കത്തിരിക്കാം. ഷവർമക്ക് ഒരു വോബ്ലിനെസ് ഉണ്ട്, ഒരു റിജിഡിറ്റി വേണമല്ലോ, നല്ല നമുക്ക് പിടിച്ച് സുഖമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കാറിലൊക്കെ ഇരുന്നിട്ട്. ഇത് അലുമിനിയം ഫോയിലിൽ മാത്രം പോകുന്നതാണ്. ഓക്കെ, ഇതൊരു കൺസ്ട്രക്ഷൻ ഞാൻ അത്ര ഹാപ്പി അല്ല. നൈസ്. കൊള്ളാം. KSRTC എത്ര പേരാ ഒരു ബസ്സിൽ, മലയാറ്റൂർക്ക് പോകുന്ന ബസ്സാണ്. ബ്രെഡ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പം ഇവിടെ കണ്ടോ എത്ര ലെയർ ബ്രെഡ്. ഇത് ഇവിടുന്ന് ഇപ്പോൾ കടിച്ചാലേ മുട്ട ചൂയായി മാറുന്നത്. സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ പോരെ. അടുത്ത ബസ് അതിലും ഫുള്ളാണ് കോതമംഗലത്തേക്ക്. 5:45 സമയം. ഇറ്റ്സ് എ നൈസ് ഷവർമ. സോസ് മിനിമം ആണ്. ബ്രെഡിന് തിക്നെസ് സൈഡിൽ കൂടുതലുണ്ട്, അത് വേണ്ടാത്ത പണിയാണ്. പാക്കേജിങ്ങിന് ക്വാളിറ്റി വളരെ മോശം. അതൊക്കെ മാറ്റി എത്തിക്കഴിഞ്ഞാൽ ചിക്കൻ കണ്ട
ഫ്ലെയിം കിസ്ഡ് ചിക്കനാണ്. മിനിമം സോസ് ആവശ്യത്തിനുണ്ട്. ഷവർമയിൽ പറ്റാത്ത വെജിറ്റബിൾസ് ഒന്നും അതിനകത്തില്ല. നൈസ്. കൊച്ചി ഷവർമ സീരീസിലെ 9ാമത്തെ വീഡിയോ ആണിത്. ഇതിലെ ഏറ്റവും അവസാനത്തതും 6ാമത്തെ ഏറ്റവും ബെസ്റ്റും ആയിട്ടുള്ള കൊച്ചി ഷവർമ താം അറേബ്യ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കിട്ടിയത്, എടപ്പള്ളിയിൽ നിന്ന്. ക്ഷമിക്കണം, മുമ്പ് നിങ്ങൾ ഈ സീരീസിലെ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, 2 ഷവർമ കടകളിൽ മൈക്ക് ഓൺ ചെയ്യാൻ ക്യാമറാമാൻ മറന്നത് കാരണം ഓഡിയോ ഉണ്ടായിരുന്നില്ല. ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇവിടുത്തെ ഷവർമയ്ക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. തക്കാളിയും സംഭവങ്ങളൊക്കെ ഓക്കെ, പക്ഷേ അത് ടോസ് ചെയ്യല്ല ചെയ്യുന്നത്, അത് അൽഫാം പോലെ ചാർക്കോളിന് മുകളിൽ ഗ്രില്ല് ചെയ്യുന്നത്. എനിവേ, മൈക്ക് കേടാക്കിയതിനെ പറ്റി ചോദിച്ചപ്പോൾ, ഇതൊന്നും നമുക്ക് ഓഡിയോ ഒന്നും ഇല്ല, ഞാൻ നോട്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ പറയാം. മൈക്ക് കേടാക്കിയതിനെ പറ്റി ചോദിച്ചപ്പോൾ ഇതായിരുന്നു ഓഫീസിലെ അവസ്ഥ. ഇതൊക്കെ എങ്ങനെ മുതലാക്കും? എന്റെ ശമ്പളത്തിൽ നിന്ന് വിളിച്ചാൽ മതി സർ. തന്റെ ഒരു മാസം ശമ്പളത്തിന്റെ ഇരട്ടി ഉണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. തനിക്കറിയോ, എന്റെ ശമ്പളം ഇരട്ടിയാക്കിയാൽ മതി സർ. ഇങ്ങനെ പോയാൽ അയാളുടെ ശമ്പളം 4-5 ഇരട്ടിയാക്കിയിട്ട് അതിന് പിടിക്കേണ്ടി വരും. അത് പോട്ടെ, നോട്ട്സ് ചെയ്യാൻ വായിക്കാം. ഷവർമയുടെ സൈസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അതുപോലെ ഷവർമയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ബ്രെഡ് സൂപ്പർ ഗുഡ്, ചിക്കന് നൈസായിരുന്നു, നേരത്തെ കഴിച്ച പിക്കിളുള്ള വെജിറ്റബിൾസും റിയലി ഗുഡ്, സോസും വളരെ നല്ലത്. ആകെ ഈ ഷവർമേനെ ടോപ്പ് 5ലേക്ക് കൊണ്ടുപോകാതിരുന്നത് നമ്പർ 1 അതിനകത്തുള്ള സ്പൈസസ് ആയിരുന്നു. ആ സ്പൈസസ് ആ സോസും ചിക്കനും ബ്രെഡുമായിട്ട് വേണ്ടത്ര ജെല്ലാവുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു സോസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ടോപ്പ് 5ലേക്ക് പോകേണ്ട ഷവർമകളിലൊന്നാണിത്. പിന്നെ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്, സീരിയസ്ലി ഗുഡ്. 5ാമത്തെ ബെസ്റ്റ് ഷവർമ ഞങ്ങൾക്ക് കിട്ടിയത് മിസ്റ്റർ ഷവർമ എന്നാണ്. ഇവിടെ ഷവർമ മാത്രമല്ല ഉള്ളത്, കുഴിമന്തി മുതലായ സംഭവങ്ങൾ വേറെയും ഉണ്ട്. പക്ഷേ നമ്മൾ ഷവർമയിലാണ് ഫോക്കസ്. നല്ല ചൂട് ഷവർമ, കെച്ചപ്പുണ്ട്, കെച്ചപ്പ്. എന്തോ ഷവർമയും കെച്ചപ്പും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് വിചാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. തുറക്ക്. ഫ്രഷ് വെജിറ്റബിൾ, ഉപ്പ് കൂടുതൽ, വേണ്ടത്ര പുളിയില്ല. 100 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിൽ ഷവർമയോ, ഈ പാക്കേജിന് തന്നെ ഉണ്ടാവില്ലൊരു വില. ബ്രെഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് മൊത്തം ചിക്കനാണ്. ഒരു കോണ്ടിനെൻ്റൽ കൈൻഡ് ഓഫ് ടേസ്റ്റുള്ള ഷവർമയാണ്. 100 രൂപ ഒരുപാട് പൈസയാണ്. ഞാൻ അതിന് ചെറുതായി കാണുകയല്ല, പക്ഷേ 100 രൂപയ്ക്ക് ഇങ്ങനൊരു ഷവർമ എനിക്ക് തോന്നുന്നില്ല കൊച്ചിയിൽ വേറെ കിട്ടുമെന്ന്. 4ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയ്ക്ക് നമുക്ക് തിരിച്ച് എടപ്പള്ളിക്ക് തന്നെ പോകണം. ഗസ്റ്റോ ഗ്രിൽ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെയും അൽഫാമുണ്ട്, പല സാധനങ്ങളുണ്ട്. ഷവർമ അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇങ്ങനെ കനലിൽ കിടന്ന് തിരിയുന്ന ഷവർമ. പല റെസ്റ്റോറൻറ്റുകളിലും ഉണ്ട്. ഈ ടോപ്പ് 50 ഷവർമ വീഡിയോ തന്നെ പലയിടത്തും നിങ്ങൾക്കത് കാണാം. ഷവർമ ഇങ്ങനെയാണ് കിട്ടിയത്. തുറന്നു നോക്കാം. 3 പാക്കറ്റ് കെച്ചപ്പ് ഉണ്ട്. പിന്നെ പിക്കിള് നേരത്തെ പോലെയല്ല, 2 പിക്കിളും ഉണ്ട്. സൂപ്പറാണ്. ബ്ലോക്കലിടാം. ഞാനെന്താ ഇരുന്ന് കഴിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷവർമ നമ്മളിങ്ങനെ വഴിയരികിലും റോഡിലും ഒക്കെ ഇരുന്ന് കഴിക്കുന്ന, ഒക്കെ നിന്നും ഒക്കെ കഴിക്കുന്ന സാധനമല്ലേ. ഇത് കൊള്ളാലത് പരിപാടി. ഐ ലവ് ഇറ്റ്. വെറൈറ്റി ആണല്ലോ. അവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. എടി ഇതിനകത്ത് ഒരുപാട് ചിക്കൻ ഉണ്ട്. അല്ലാ കാത്തോളണേ. ഈ ഷവർമക്കകത്ത് ഓൾമോസ്റ്റ് ഫുൾ ചിക്കനാണ്. കുറച്ച് സോസ് ഉണ്ട്. സോസ് കാണണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മുങ്ങി തപ്പണം. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. പക്ഷേ ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം, ഇനി ചൈനീസ് ടേസ്റ്റാണ്.
അള്ളാഹ് കാത്തോളേന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് തോന്നിയിട്ടുണ്ടാവും അറബിക് ഭക്ഷണം ആയതുകൊണ്ട് ഞാൻ അറബി നാട്ടിലെ ദൈവമായതുകൊണ്ട് എന്നെ അള്ളാഹ് ദൈവം ആരെ വിളിക്കാൻ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ചൈനീസ് ഷവർമ കിട്ടി. നിങ്ങളൊരു സാധാരണ ഷവർമ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതല്ല ഇവിടുന്ന് കിട്ടുക. ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. കഴിക്കാനും എളുപ്പം, നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ മൊത്തം കഴിച്ചാലും. ചൈനീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചില്ലി ചിക്കൻ ഡ്രൈഡ് പോലത്തെ ടേസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു അറേബ്യൻ ടേസ്റ്റ് ഉണ്ടല്ലോ, തൈന, ഹുമൂസ്, ഫലാഫിൽ, ആ ഒരു കൈൻഡ് ഓഫ് അതിലേക്കല്ല ഇത് പോകുന്നത് കുറച്ചുകൂടെ ഒരു എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത പോലത്തെ കൈൻഡ് ഓഫ് ആ സോസിൽ ഇട്ട് ചിക്കൻ ബാറ്റർ ഫ്രൈ ചെയ്ത് സോസിൽ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ലൈനില്ലേ. എൻ്റെ മുകളിൽ ഒരു ലൈം പിഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വെരി ഗുഡ്. ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ, ബ്രെഡും കൊള്ളാം, ഉള്ളി തക്കാളി കിട്ട, വെരി ഇൻട്രസ്റ്റിംഗ്. സ്ട്രിക്റ്റ് ഷവർമ വേണമെന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദിസ് വിൽ ബി വെരി ഡിസപ്പോയിൻറ്റിങ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ 10ാമത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 3യിലേക്ക് കയറുകയാണ്. എടപ്പള്ളി തന്നെയാണ് അൽത്താസ് ഓഫ് കോഴ്സ്. എടപ്പള്ളിയിലുണ്ട്, കലൂരുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എടപ്പള്ളി റെസ്റ്റോറൻ്റാണ്. നമ്മളിത് അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനമാണ് കിട്ടുക. അത് റെഡി ആയതിൽ വൈബ്രേഷൻ വരും. ഇത് വളരെ പണ്ടേ ഉള്ളൊരു ചൈനീസ് ടെക്നിക്കാണ്. പക്ഷെ ഒരു ഷവർമ്മയ്ക്ക് ഇതൊക്കെ വേണോ? ഷവർമ്മ അല്ലേ, പെട്ടെന്ന് കിട്ടൂലേ, കുറേ സമയം എടുക്കും തോന്നല്ലേ, അതുകൊണ്ടായിരിക്കും മേ ബി. എന്തായാലും വണ്ടി അവിടെ കഴുകുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല. അൽത്താസയിലെ എൻ്റെ ഫേവറേറ്റ് ഫലാഫിൽ റോളാണ്. അത്രയും നല്ലൊരു ഫലാഫിൽ റോള് ഇന്ത്യയിൽ നിന്ന് ഞാൻ വേറെ കഴിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ ഷവർമ കമ്പാരിസൺ ആയതുകൊണ്ട് ഷവർമ എന്നെ കഴിക്കണമല്ലോ. ഇത് സീൽഡാ. ഈ പെട്രോൾ പമ്പുള്ളതുകൊണ്ടേ ഇപ്പോഴും വണ്ടികളുണ്ടാവും. ഈ പെട്രോൾ പമ്പാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട് മാനേജ് ചെയ്യുന്ന പമ്പ്. ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ ഒരു തിരക്കില്ലാത്ത രീതിയിൽ അവരത് കൊണ്ടുനടക്കും. ഗംഭീരം. ഇതാണ് കറക്റ്റ് പിക്കിള്, കറക്റ്റ് ഫ്രഷ്നെസ്, ക്രഞ്ചി, പുളിയും ഉപ്പും. 195 രൂപയാണ് ഈ ഷവർമയ്ക്ക്. ഇത് നമ്മൾ ഈ മൊത്തം ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷവർമയാവാൻ സാധ്യതയുണ്ട്. ഇനി ഷൂട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഇതിനുള്ളിൽ എന്തായാലും ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ്. ടോസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മണമുണ്ട്. ഈ ഷവർമയിൽ ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ട്, ബ്രെഡും കൊള്ളാം. ഞങ്ങൾ ഈ പ്രോസസ്സ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത റെസ്റ്റോറൻ്റാണ് 2ാം സ്ഥാനത്ത് വന്നത് പീറ്റർ വർക്ക്സ് കാക്കനാട്. ഒരുപാട് ആരാധികമാരുള്ള ഷവർമ ഷോപ്പാണ്. അവരുടെ ഓൺലൈൻ റേറ്റിംഗ് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ആയിരക്കണക്കിന് പേര് ഗൂഗിളിലും സൊമാറ്റോയിലും ഒക്കെ അവരെ റേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഡെലിവറി റേറ്റിങ്ങും ഡൈനിങ് റേറ്റിങ്ങും ഒക്കെ 4ൻ്റെ മേലെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അച്ചീവ് ചെയ്യാൻ നല്ല കഷ്ടപ്പാടാണ്. ആളുകൾ വളരെ ഡിമാൻഡിങ് ആണ്. എല്ലാവരും തൃപ്തിപ്പെടുത്തണ്ടേ. നല്ല കാനുണ്ടല്ലോ. അമ്മേ, ഇത് 1/2 കിലോ ഉണ്ടല്ലോ. ഇതിൻ്റെ കൂടെ പിക്കിളില്ല, ഒന്നുമില്ല കേട്ടോ. 250 രൂപയോ? 250. ഇത് 50ൻ്റെ കുറേ നോട്ട് പൊതിഞ്ഞ് തന്ന പോലെ ഉണ്ട്. നല്ല ചൂടാ. ഇത് എവിടുന്ന് എങ്ങനെ പൊട്ടിക്കണം എന്നോ ഒന്നും എനിക്കറിയില്ല. ഇതൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതാണോ? മരിച്ചു പോവാവോ? മൊത്തം ബ്രെഡാണ്. ഇയാളെ ആളൊരു മജീഷ്യനാണല്ലോ. സോസ് ഉണ്ട്, നല്ല പൂ പോലത്തെ സോസാണ്. പൂ പോലത്തെ എന്നല്ല പറയാം, എന്താ പറയുക, പാവ സോസാണ്. പക്ഷെ അങ്ങനെ ഒരുപാട് റിച്ച് അല്ല. ഇത് മൊത്തം ചിക്കനാണ്. സോറി, പറഞ്ഞാൽ തെറ്റുണ്ട്. ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് ഇതിൽ. നല്ല ചിക്കൻ, ടെൻഡർ, ജ്യൂസി, പാവ സോസ് കറക്റ്റായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. സ്പൈസസ് ഒന്നും ഒരുപാട് എവിടെയും ഇല്ല. നല്ല ബ്രെഡ് ഒരുപാട് മുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവിടേക്ക് ഒരുപാട് ബ്രെഡ് ഉണ്ട്.
എന്നിട്ട് ഒരു ചൂയി പോലൊരു ഫീലിംഗ് ഇല്ല. പക്ഷെ ഒരു ഷവർമ കഴിച്ചാൽ 4 ആൾ വേണ്ടി വരും കഴിക്കാൻ. ഇത് 2000 ഉണ്ടാവും. യെസ്, ആഴ്ചകളുടെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ ബെസ്റ്റ് ഷവർമ നമ്പർ 1 കൊച്ചിയിലെ കണ്ടുപിടിച്ചു. അത് പാതിരാക്കോഴി എന്നാണ്, കളമശ്ശേരി. പാതിരാക്കോഴി ഗ്രിൽഡ് വാരിയല്, ബീഫിൻ്റെ വാരിയല്, കുഴിമന്തി, പ്രത്യേക രീതിയിലുള്ള അൽഫാം, ഇതിനൊക്കെ പേര് കേട്ട സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഷവർമയും കിട്ടിയത്. റെസ്റ്റോറൻറ്റിൽ വലിയ സൗകര്യങ്ങളൊന്നുമുള്ള വലിയ സ്ഥലമൊന്നുമല്ല, ചെറിയ സ്ഥലമാണ്. ചിലപ്പോൾ തലയൊക്കെ ചെറുതായിട്ട് മേലെ മുട്ടിന്നൊക്കെ വരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. അത് നല്ല ഷവർമ കഴിക്കണമെങ്കിൽ ചിലപ്പോൾ തലയൊക്കെ ഒന്ന് മുട്ടും. എന്നല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ, വലിയ സൗകര്യത്തിൽ പാതിരാക്കോഴി വലിയൊരു റെസ്റ്റോറൻ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ബെസ്റ്റ് ഷവർമയിലേക്ക് കടക്കാം. എടപ്പള്ളി ഭാഗത്താണ് മറ്റേ കെച്ചപ്പ് തരുന്നത്. ബാക്കി ഇവിടെ അങ്ങനെ അധികം കണ്ടില്ല. ബ്രാൻഡിങ് ഉള്ള പാക്കേജിംഗ് ആണ്. 126 രൂപയാണ് ഷവർമയുടെ വില. ഷവർമയ്ക്കൊരു ആട്ടമുണ്ട്, ഒരു റിജിഡ്നെസ് ഇല്ല. റിയലി ഗുഡ്. ഇവിടെ ചിക്കൻ്റെ മസാല, അതിൽ ചിക്കൻ കുത്തി നിറച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ള ചിക്കൻ കിടിലോ. സോസ് നല്ലതാണ്. സോസ് അതിൽ കുറച്ചേ ഉള്ളൂ, പേരിനേ ഉള്ളൂ. ആ ഫ്രഞ്ച് ഫ്രൈസ് ഒരു പൊടിക്ക് എക്സ്ട്രാ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് ഷവർമയിലേക്ക് വന്ന് ഷവർമയിലെ സോസൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഭയങ്കര രസമാണ്. അത് അതിൻ്റെ കൂടെ കഴിക്കും, ഒറ്റ കഴിക്കുമ്പോൾ അല്ല. പ്രോപ്പർ നമ്മുടെ അറേബ്യൻ ടിപ്പിക്കൽ ഷവർമയൊന്നുമല്ല. അതിൻ്റേതായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഭയങ്കര മൈൽഡായിട്ടുള്ള ഫ്ലേവേഴ്സ്. ആ ചിക്കൻ നമുക്ക് ആസ്വദിക്കാം. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ്, നല്ല ചിക്കൻ, നല്ല ബ്രെഡ്, സോസ് അധികം ഉപയോഗിച്ചിട്ടില്ല. നൈസ്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതിനിടെ ഇങ്ങനൊരു വാർത്ത വന്നു. കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ, പാതിരാക്കോടി റെസ്റ്റോറൻറ്റ് ജീവനക്കാർക്കും ഉടമയ്ക്കുമെതിരെ കേസ്. നിങ്ങൾ ആ കണ്ടത് ഏഷ്യാനെറ്റിലെ വാർത്തയാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്തയാണ്. ഇതിനകത്ത് പറയുന്നത് ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ടുണ്ട്, കുറേ കുട്ടികൾ ആശുപത്രിയിലാണ്. സർക്കാരിൻ്റെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം റെസ്റ്റോറൻറ്റ് പരിശോധിച്ചു. അവിടുന്ന് മോശമായിട്ടുള്ള രീതിയിലോ സംശയാസ്പദമായ രീതിയിലോ ഒന്നും കിട്ടിയില്ല. പക്ഷേ കുട്ടികളുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള വാർത്തയാണ്. പക്ഷേ ഏഷ്യാനെറ്റിലെ വാർത്ത കണ്ടാൽ നമുക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന്. ഇന്ത്യൻ എക്സ്പ്രസ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് പക്ഷേ പറഞ്ഞിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. പഴയ മാധ്യമധർമ്മമൊന്നും അല്ല ഇന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ പലവിധ വാർത്തകൾ പെട്ടെന്ന് സ്പ്രെഡാവും. അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയ്ക്കും കൂടെ നിൽക്കാൻ വേണ്ടി പലതും ചെയ്യേണ്ടി വരും. ഷവർമയുടെ സേഫ്റ്റി, കുഴിമന്തി അവിടെ നിൽക്കട്ടെ, ഷവർമയുടെ സേഫ്റ്റിയുടെ ബോധവൽക്കരണം കേരളത്തിൽ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. ആളുകളൊക്കെ ഗ്ലൗസ് ഇട്ടൊക്കെ തുടങ്ങി. പക്ഷേ വലിയ ചിലവൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ സാധനമുണ്ട്. അത് ഈ ടോപ്പ് 10 ഷവർമ കടകളിൽ ഒറ്റ കടയിൽ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ, അൽത്താസയിൽ മാത്രം. അതിന് ഡ്രിപ്പ് ട്രേ എന്ന് പറയും. ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഇത് ടോപ്പ് 10 ഷവർമ കടകളിൽ നിന്നുള്ള വീഡിയോ ആണ്. കാശൊന്നും അധികം ചിലവാക്കണ്ട, അറിവുണ്ടായാൽ മതി. അതിന് നമ്മൾ കുറച്ചുകൂടെ ശ്രമിക്കണം.